എല്ലാവർക്കും നമസ്കാരം. എൻട്രി ആപ്പിലേക്ക് സ്വാഗതം. എൻട്രി ആപ്പിന്റെ യൂട്യൂബ് ചാനലിൽ നമ്മൾ ചെയ്യുന്ന ഈ ചലഞ്ചിൽ ഇന്ന് ജോഗ്രഫിയാണ് നമ്മൾ പഠിക്കുന്നത്. ജോഗ്രഫിയിൽ തന്നെ വേൾഡ് ജോഗ്രഫിയും അതുപോലെ ഇന്ത്യൻ ജോഗ്രഫിയുമാണ് ഞാൻ നോക്കുന്നത്. 10 ചോദ്യങ്ങൾ വെച്ച് രണ്ട് ഭാഗത്തിനും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പൊതുഭൂമിശാസ്ത്രം അല്ലെങ്കിൽ ജനറൽ ജോഗ്രഫിയിൽ നിന്ന് 10 ചോദ്യങ്ങളും ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്ന് 10 ചോദ്യങ്ങൾ, ആകെ 20 ചോദ്യങ്ങൾ. എത്ര എണ്ണം നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റിയെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. 20 ചോദ്യങ്ങൾ 20 മേഖലകളിൽ നിന്നാണ്. ഈ PSC പരീക്ഷകളിൽ ചോദിക്കുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ചില മേഖലകളാണ് ഇവിടെ കവർ ചെയ്തു പോകുന്നത്. നമുക്ക് ഏകദേശം 10, 60, 65 ഏരിയാസ് ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുണ്ട് ജോഗ്രഫിയിൽ. വേൾഡും ഇന്ത്യയും കൂടെ ചേർത്ത് 60, 65 ടോപ്പിക്കിന് മുകളിൽ പോകുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 20 എണ്ണം ഞാൻ പിക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ എത്ര എണ്ണം നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റി, എന്തെങ്കിലും പുതുതായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയോ, അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് വേറെ ഉണ്ടെങ്കിൽ അത് കമൻസിലൂടെ അറിയിക്കണം. നന്നായിട്ട് ഈ ചലഞ്ച് മറ്റു ദിവസങ്ങൾ നിങ്ങൾ പങ്കെടുക്കുക. അബി സാറിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ തന്നാണ്. അപ്പോൾ ഉഷാറായിട്ട് മുമ്പോട്ട് പോവുക. നമ്മുടെ ലക്ഷ്യം പരീക്ഷയാണ്, അല്ലേ? LDC എക്സാമാണ് നമ്മുടെ ലക്ഷ്യം. അതിലെത്തപ്പെടണം. കൃത്യമായിട്ട് നല്ലൊരു മാർക്ക് വാങ്ങി ഉയർന്ന റാങ്ക് വാങ്ങി ജോലിയിൽ എത്തപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിൽ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ ആശംസിക്കുന്നു. അതിനുവേണ്ടിയുള്ള നിങ്ങളുടെ പരിശ്രമങ്ങളെല്ലാം പോണിയട്ടെ. നമുക്ക് ഇടയ്ക്ക് ബുദ്ധിമുട്ടുകളും സ്ട്രഗിൾസും മറ്റ് വിഷമങ്ങളും ഒക്കെ വരും പഠന കാലയളവിൽ. ഇതിനെയൊക്കെ തരണം ചെയ്യാനുള്ള മനോബലം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ അത് നിങ്ങളിൽ തന്നെ നിർമ്മിച്ചെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. യാതൊരുവിധ നെഗറ്റീവ്സും അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികളും നിങ്ങളുടെ മുമ്പോട്ടുള്ള ഈ ഒരു യാത്രയെ തടസ്സപ്പെടുത്താതിരിക്കട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുന്നു. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ പോവാണ്. വേൾഡ് ജോഗ്രഫിയുടെ 10 ചോദ്യങ്ങളാണ് ആദ്യം നോക്കുന്നത്. അതിൽ ഒന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഓക്കെ, താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ട്രോപ്പോസ്ഫിയർ ധ്രുവപ്രദേശത്ത് 8 കിലോമീറ്റർ വരെയും ഭൂമധ്യരേഖാ പ്രദേശത്ത് 18 കിലോമീറ്റർ വരെയും വ്യാപിച്ചു കിടക്കുന്നു. ഭൂമധ്യരേഖാ പ്രദേശത്തുള്ള ഉയർന്ന ഊഷ്മാവ് മൂലം അന്തരീക്ഷവായു വർദ്ധിച്ച തോതിൽ സംവഹനത്തിന് വിധേയമാകുന്നു. ഈ രണ്ട് പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരിയെന്ന് താഴെ ഓപ്ഷൻ കൊടുക്കുവാണ്. ഓപ്ഷൻ എ 1 മാത്രം ശരി, ഓപ്ഷൻ ബി 1ഉം 2ഉം ശരിയാണ്, 1ന്റെ ശരിയായ വിശദീകരണം കൂടിയാണ് 2, 1ഉം 2ഉം തെറ്റാണെന്ന് പറയുന്ന ഓപ്ഷൻ സി, ഡി പറയുന്ന 1 മാത്രം തെറ്റ്. അതിനകത്ത് ഏതാണ് നമ്മുടെ ആൻസർ? PSCയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട, PSCയുടെ ഏറ്റവും താല്പര്യമുള്ള ഒരു മേഖലയാണ് അന്തരീക്ഷ പാളികൾ. ഈ കഴിഞ്ഞ ഫയർമാൻ എക്സാമിന് അന്തരീക്ഷ പാളികളിൽ ട്രോപ്പോസ്ഫിയറിൽ നിന്ന് ഞാൻ ചോദിച്ച ഒന്നാമത്തെ പ്രസ്താവന പോലെ ഉള്ള ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ഞാനിത് നേരത്തെയും എൻട്രി ആപ്പിൽ പഠിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു ചോദ്യം. അതുകൊണ്ട് ഈ ചോദ്യമൊക്കെ പഠിച്ചിട്ട് പോയ ആളുകൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടായി എന്ന് എനിക്ക് തോന്നുന്നില്ല. നോക്കാം. പ്രധാനമായിട്ടും ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്കുള്ള അന്തരീക്ഷത്തെ പ്രധാനമായും നമ്മൾ തരംതിരിക്കുന്നത് ട്രോപ്പോസ്ഫിയർ ഒന്നാമത്തെ പാളി, സ്ട്രാറ്റോസ്ഫിയർ രണ്ടാമത്തെ പാളി, മീസോസ്ഫിയർ മൂന്നാമത്തെ പാളി, 4 തെർമോസ്ഫിയർ. ഇനി ഇതിന് മുകളിലോട്ട് എന്തെങ്കിലും അന്തരീക്ഷം ഉണ്ടെങ്കിൽ +1 പുസ്തകത്തിൽ അതിനെ എക്സോസ്ഫിയർ എന്ന് വിളിക്കുന്നു എന്ന് +1 പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ. ഈ തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന തലങ്ങളെയാണ് അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. ഈ തെർമോസ്ഫിയറിനകത്ത് തന്നെ വരുന്ന ഈ ലോവർ പോർഷൻസിനെയാണ് എന്ത് വിളിക്കുന്നത്? അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അത്ര വ്യക്തമാണല്ലോ. ഇതിൽ ആദ്യ പാളിയാണ് ഇത് ഭൂമിയുടെ ഉപരിതലമാണെങ്കിൽ അതിൻ്റെ ആദ്യത്തെ ഭാഗമാണ് ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിൻ്റെ ഹൈറ്റ് 2 ഹൈറ്റാണ് പറയുന്നത്. ധ്രുവപ്രദേശത്താണെങ്കിൽ 8, ഭൂമധ്യരേഖാ പ്രദേശത്താണെങ്കിൽ 18. എന്തുകൊണ്ടാണ് ഇത് ധ്രുവപ്രദേശത്ത് കുറച്ച് ഉയർന്നു നിൽക്കുന്നത്? അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഭൂമധ്യരേഖാ പ്രദേശത്ത് കുറച്ച് ഉയർന്നു നിൽക്കുന്നത്, ധ്രുവപ്രദേശത്ത് പതുങ്ങിയും ഭൂമധ്യരേഖാ പ്രദേശത്ത് ഉയർന്നു നിൽക്കുന്നതിൻ്റെ റീസൺ എന്താണ്? ഭൂമധ്യരേഖാ പ്രദേശത്ത് ചൂട് കൂടുതലാണ്. ഇവിടെയുള്ള വായു ചൂടേറ്റ് വികസിച്ച് അതിൻ്റെ ഡെൻസിറ്റി ഒക്കെ കുറഞ്ഞ് മുകളിലോട്ട് ഇങ്ങനെ ഉയർന്നു പോകുന്ന പ്രതിഭാസം ഇവിടെ സ്ഥിരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനാണ് നമ്മൾ കൺവെക്ഷൻ എന്ന് വിളിക്കുന്നത്. സംവഹനം, ഉയർന്ന അളവിൽ സംവഹനം കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഭൂമധ്യരേഖാ പ്രദേശങ്ങൾ. ധ്രുവപ്രദേശങ്ങളിൽ ഇതിന് വിപരീതമായിട്ട് ചൂട് കുറവുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ കൺവെക്ഷൻ സാധ്യത കുറവാണ്, അല്ലെങ്കിൽ കൺവെക്ഷൻ തീരെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അതുകൊണ്ട് തന്നെ ഭൂമിയുടെ ഒരു ആകൃതി നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവിടെ ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലെ വായു കൂടുതൽ ഇങ്ങനെ വികസിച്ച് കാണപ്പെടുകയും ധ്രുവപ്രദേശങ്ങളിൽ അത് അത്ര വികസിക്കാതെ ഇങ്ങനെ പതുങ്ങി കാണപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇവിടെ ഇത് 18 കിലോമീറ്റർ വരെയും, ധ്രുവപ്രദേശങ്ങൾ അത് 8 കിലോമീറ്റർ വരെയും ട്രോപ്പോസ്ഫിയർ വ്യാപിച്ചു കിടക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. 2,
ഭൂമധ്യരേഖാ പ്രദേശത്തുള്ള ഉയർന്ന ഊഷ്മാവ് മൂലം അന്തരീക്ഷ വായു വർദ്ധിച്ച തോതിൽ സംവഹനത്തിന് വിധേയമാകുന്നു. അപ്പൊ ഈ പറഞ്ഞേക്കുന്നത് അല്ലേ, സംവഹനത്തിന് വിധേയമാകുന്നു. ഓക്കെ അല്ലേ? അപ്പൊ ഈ 2 പ്രസ്താവനകൾ പരിശോധിച്ചതിൽ നിന്ന് നമുക്ക് ഏത് ഓപ്ഷനാണ് ശരിയായിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നത്? യെസ്, ആൻസർ കിട്ടി. ഓപ്ഷൻ ബി അല്ലേ? 1ഉം 2ഉം ശരി. 1ന്റെ വിശദീകരണമാണ്, ശരിയായ വിശദീകരണമാണ് ഏത്? രണ്ടാമത്തെ പ്രസ്താവന കൊടുത്തേക്കുന്നത്. എന്തുകൊണ്ടാണ് 1ൽ ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിന്റെ എക്സ്പ്ലനേഷനാണ് 2 എന്ന് പറയുന്ന ഈ ഒരു ഇതിൽ കൊടുത്തേക്കുന്നത് അല്ലേ, സ്റ്റേറ്റ്മെന്റിൽ കൊടുത്തേക്കുന്നത്. കണ്ടോ? അപ്പോൾ നല്ലൊരു ചോദ്യമായിരുന്നു. ഇപ്പോൾ ട്രോപ്പോസ്ഫിയർ ഒന്നുകൂടെ, ഭൂമിയുടെ ഉപരിതലത്തിന് മുകളിലേക്ക് ട്രോപ്പോസ്ഫിയർ, രണ്ടാമത്തെ പാളി സ്ട്രാറ്റോസ്ഫിയർ, 3 മീസോസ്ഫിയർ, 4 തെർമോസ്ഫിയർ. തെർമോസ്ഫിയറിന്റെ താഴ്ന്ന തലങ്ങളെ തന്നെയാണ് അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. ട്രോപ്പോസ്ഫിയർ 8 മുതൽ 18 കിലോമീറ്റർ വരെ, സ്ട്രാറ്റോസ്ഫിയർ 50 കിലോമീറ്റർ വരെ, മീസോസ്ഫിയർ 80 കിലോമീറ്റർ വരെ, ഇനി തെർമോസ്ഫിയർ 600 കിലോമീറ്റർ വരെ. കേട്ടോ? അതിനകത്ത് 80 തൊട്ട് 600 വരെയാണ് തെർമോസ്ഫിയർ. അതിനകത്ത് 400 വരെയുള്ള പ്രദേശങ്ങളെ നമ്മൾ പറഞ്ഞു താഴ്ന്ന തലങ്ങളെ അയണോസ്ഫിയർ എന്ന് വിളിക്കുകയും ചെയ്യുന്നു. ഡൗട്ട് ഉണ്ടെന്ന് വിചാരിക്കുന്നില്ല. ഭൂമിയുടെ ഉപരിതലം മുകളിലോട്ട് 8 തൊട്ട് 18 വരെ ട്രോപ്പോസ്ഫിയർ, 50 വരെ സ്ട്രാറ്റോസ്ഫിയർ, 80 വരെ മീസോസ്ഫിയർ, 600 വരെ തെർമോസ്ഫിയർ, അതിനകത്ത് 400ാമതായിട്ട് അതിന് താഴോട്ട് അയണോസ്ഫിയർ. ക്ലിയർ അല്ലേ? ഇനി അതിന് മുകളിൽ +1ൽ തെർമോസ്ഫിയറിന്റെ മുകളിലേക്ക് ഒരു ഭാഗത്തെ പറ്റി കൂടി +1 ടെക്സ്റ്റ് പറയുന്നുണ്ട്. അതാണ് എക്സോസ്ഫിയർ. കേട്ടോ? എക്സോസ്ഫിയർ. ശരിയല്ലേ? ഇത്രയും കാര്യങ്ങൾ വ്യക്തതയല്ലേ? രണ്ടാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതല്ല? വീണ്ടും ഈ ഒരു മേഖലയിൽ തന്നെ ഒരു ചോദ്യം കൂടെ ചോദിക്കുകയാണ്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഒരു മേഖലയിൽ നിന്ന് 2 ചോദ്യം എടുത്തത്. ബാക്കി എല്ലായിടത്തുനിന്നും ഓരോ ചോദ്യങ്ങൾ വെച്ചേ ഉള്ളൂ. ജെറ്റ് വിമാനങ്ങളുടെ സുഗമമായ സഞ്ചാരത്തിന് സാധ്യമായ മേഖലയാണ് സ്ട്രാറ്റോസ്ഫിയർ. നിങ്ങൾ ആദ്യം ഇത് വായിച്ചിട്ട് തൊട്ടപ്പുറത്തെ പേജിൽ തൊട്ടടുത്ത സ്ലൈഡിൽ ആൻസർ ഉണ്ട്. ആദ്യം നമുക്കിത് വായിക്കാം. ഓസോൺ കവചം അല്ലെങ്കിൽ പാളി സ്ഥിതി ചെയ്യുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. 3, അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ ഊഷ്മാവ് അനുഭവപ്പെടുന്ന മണ്ഡലമാണ് സ്ട്രാറ്റോസ്ഫിയർ. ഓപ്ഷൻ പരിശോധിച്ചിട്ട് ആൻസർ ഏതാണെന്ന് നിങ്ങൾ മനസ്സിൽ കണക്കുകൂട്ട്. തൊട്ടടുത്ത പേജിൽ അല്ലെങ്കിൽ സ്ലൈഡിൽ അതിൻ്റെ ആൻസർ കിടപ്പുണ്ട്. ഓപ്ഷൻ എ 1 മാത്രം ശരി, ബി 2 മാത്രം ശരി, സി 1ഉം 2ഉം ശരി, ഡി 1ഉം 3ഉം ശരി. ഏതാണ് ആൻസർ? യെസ്, നമുക്ക് നോക്കാം. 1ഉം 2ഉം ശരി എന്നുള്ളതാണ് ആൻസർ. 3 എന്തുകൊണ്ട് തെറ്റിപ്പോയെന്നും കൂടെ പറയാം. ജെറ്റ് വിമാനങ്ങളുടെ സുഗമമായ സഞ്ചാരത്തിന് സാധ്യമായ മേഖലയാണ് സ്ട്രാറ്റോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിന്റെ മുകളിലാണ് സ്ട്രാറ്റോസ്ഫിയർ. എന്താണ് സ്ട്രാറ്റോസ്ഫിയറിന്റെ സവിശേഷത? ഇവിടെ ട്രോപ്പോസ്ഫിയറിലേതുപോലെ മേഘങ്ങളോ അല്ലെങ്കിൽ നീരാവിയുടെ വലിയ കൂടിച്ചേരൽ നടക്കുന്ന പ്രദേശങ്ങളോ ശക്തമായ കാറ്റുകളോ അല്ലെങ്കിൽ എന്താണ് ടർബുലൻ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറോ ഇവിടെ ഇല്ല. അതുകൊണ്ടാണ് സ്ട്രാറ്റോസ്ഫിയർ ജെറ്റ് വിമാനങ്ങളുടെ സുഗമമായ സഞ്ചാരത്തിന് തിരഞ്ഞെടുക്കുന്നത്. ഫ്രിക്ഷൻ ലെസ് ആയിട്ടുള്ള ഒരു മേഖലയിൽ കൂടെ ഈ പറഞ്ഞ വിമാനങ്ങൾക്ക് കടന്നു പോകാം. എയറിൻ്റെ ഒരു സാന്നിധ്യം ട്രോപ്പോസ്ഫിയറിലുള്ളതുപോലെ ഇവിടെ ഇല്ല. ടർബുലൻ്റ് ആയിട്ടുള്ള ദുർഘടമായിട്ടുള്ള അന്തരീക്ഷ അവസ്ഥകൾ ഇവിടെ ഇല്ല. 2, ഇവിടെ മേഘങ്ങളുടെ രൂപീകരണം കുറവാണ്. ആകെപ്പാടെ സ്ട്രാറ്റോസ്ഫിയറിൽ ഉണ്ടാകുന്ന മേഘങ്ങൾ എന്ന് പറഞ്ഞ് പഠിക്കുന്നത് ധ്രുവ പ്രദേശത്തോടൊക്കെ ചേർന്ന് നാക്രിയസ് എന്നറിയപ്പെടുന്ന കുറച്ച് മേഘങ്ങളാണ്. അതും പ്രത്യേകിച്ച് ധ്രുവങ്ങളുടെ ആ ഒരു മേഖലയിലെ കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ സുഗമമായിട്ടുള്ള ദീർഘദൂര വിമാനങ്ങളുടെ, അതാണ് ജെറ്റ് വിമാനങ്ങൾ കേട്ടോ, അവയുടെ സഞ്ചാരത്തിന് നമുക്ക് സ്ട്രാറ്റോസ്ഫിയർ തിരഞ്ഞെടുക്കാം. പുസ്തകത്തിൽ ഇതങ്ങനെ എടുത്തു പറയുന്നുണ്ട്. ചിലരെങ്കിലുമൊക്കെ ചോദിക്കാറുണ്ട് വിമാനങ്ങൾ സ്ട്രാറ്റോസ്ഫിയറിലൂടെ മാത്രമേ പോകത്തുള്ളൂ. പുസ്തകത്തിൽ ജെറ്റ് വിമാനങ്ങൾ സുഗമമായി സഞ്ചാരിക്കുന്ന സ്ട്രാറ്റോസ്ഫിയറിലൂടെയാണെന്നാണ് പറയുന്നത്. പരീക്ഷയ്ക്ക് ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുമുണ്ട്. അത് ചെറിയ വിമാനങ്ങളൊക്കെ ട്രോപ്പോസ്ഫിയറിലൂടെ വേണമെങ്കിൽ സഞ്ചരിക്കാം കേട്ടോ. ഹെലികോപ്റ്ററുകളൊക്കെ ട്രോപ്പോസ്ഫിയറിലൂടെ അല്ലേ സഞ്ചരിക്കുന്നത്. അത് ഈ സ്ട്രാറ്റോസ്ഫിയറിലേക്കൊന്നും പോകത്തില്ല. ഓക്സിജൻ ഇല്ലാത്ത പ്രദേശത്തേക്കൊന്നും ഹെലികോപ്റ്ററുകളൊന്നും സഞ്ചരിക്കത്തില്ല. പക്ഷെ അങ്ങനെ എടുത്ത് പറഞ്ഞുകൊണ്ടൊന്നും ചോദിക്കാറില്ല. ജെറ്റ് വിമാനങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ, ഇങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ദീർഘദൂര സഞ്ചാരങ്ങൾക്ക് ജെറ്റ് വിമാനങ്ങൾ സുഗമമായി സഞ്ചരിക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്നത് ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ ആണ്. അതിൻ്റെ പല റീസൺ ഞാൻ പറഞ്ഞു. ആ റീസണൊക്കെ വെച്ചുകൊണ്ട് നിങ്ങളുടെ ലോജിക്കലി നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും. ഈ ഓസോൺ കവചം അല്ലെങ്കിൽ പാളി സ്ഥിതി ചെയ്യുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. 3 ഓക്സിജൻ തന്മാത്രകൾ ചേർന്ന ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്ന ഒരു തന്മാത്രയാണ്, ഒരു മോളിക്കൂളാണ് ഈ ഓസോൺ എന്ന് പറയുന്നത്. 3 ഓക്സിജൻ ആറ്റങ്ങൾ ഇതിനകത്ത് ചേരുന്നുണ്ട്. ഓസോൺ ഗ്യാസ് എന്നറിയപ്പെടുന്ന ഈ ഒരു വാതകം, ഓസോൺ വാതകം ധാരാളമായിട്ട് കാണപ്പെടുന്ന മേഖലയാണ് സ്ട്രാറ്റോസ്ഫിയർ. പിന്നെ ഭൂമിയുടെ ഓസോൺ കവചം എന്ന് ഈ ഓസോൺ എന്നറിയപ്പെടുന്ന വാതകം നിറഞ്ഞിരിക്കുന്ന പ്രദേശത്തെ നമ്മൾ വിളിക്കുന്നു. ഈ ഓസോണാണ് അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നുള്ള ഭൂമിയുടെ പ്രധാനപ്പെട്ട സംരക്ഷണ കവചം അല്ലേ. അൾട്രാവയലറ്റ് രശ്മികൾ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് പതിക്കുന്നതിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്നത് ഓസോൺ പാളിയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓസോണിൻ്റെ നാശവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഓസോൺ ശോഷണവുമായി ബന്ധപ്പെട്ട് ലോകരാജ്യങ്ങൾ ചേർന്നെടുത്ത ഉടമ്പടിയാണ് മോൺട്രിയൽ ഉടമ്പടി അല്ലേ. ഓസോണിന് ദോഷമാകുന്ന ഉൽപ്പന്നങ്ങളെ ഘട്ടം ഘട്ടമായിട്ട് നിയന്ത്രിക്കാനായി ലോകരാജ്യങ്ങൾ ഒന്നുചേർന്ന് ഒപ്പുവെച്ച ഉടമ്പടിയാണ് മോൺട്രിയൽ ഉടമ്പടി. നമുക്കറിയാം 1987 സെപ്റ്റംബർ 16. ആ സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനമായിട്ട് ഇന്ന് നമ്മൾ എല്ലാ വർഷവും ആചരിക്കുന്നത്. ഇനി മൂന്നാമത്തെ നോക്കി, അന്തരീക്ഷത്തിലെ ഏറ്റവും ഊഷ്മാവ്
കുറഞ്ഞ ഊഷ്മാവ് അനുഭവപ്പെടുന്ന മണ്ഡലമാണ് ഈ സ്ട്രാറ്റോസ്ഫിയർ. തെറ്റാണ്. ഇതാണ് തെറ്റിപ്പോയത് അല്ലേ? കാരണം ഇവിടെ സ്ട്രാറ്റോസ്ഫിയർ അല്ല. അന്തരീക്ഷത്തിൽ ഏറ്റവും കുറഞ്ഞ ഊഷ്മാവ് അനുഭവപ്പെടുന്നത് മീസോസ്ഫിയർ ആണ്. മീസോസ്ഫിയറിലാണ് ഏറ്റവും കുറവ് ഊഷ്മാവ്. ഏറ്റവും ഫ്രിക്ഷൻ അനുഭവപ്പെടുന്ന മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഉൽക്കകളൊക്കെ കത്തിപ്പോകുന്ന മേഖലയാണ്. ഉൽക്കാവർഷ പ്രദേശം എന്നൊക്കെ മീസോസ്ഫിയർ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ ഊഷ്മാവ് മീസോസ്ഫിയർ ആണ്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ശരിയായി എന്ന് വിചാരിക്കുന്നു. 3. സമുദ്രത്തിൽ നിന്ന് കരയിലേക്ക് വീശുന്ന ഈർപ്പമടങ്ങിയ കാറ്റിന്റെ സഞ്ചാരത്തിന് തടസ്സമായി പർവ്വതങ്ങൾ പോലെയുള്ള ഉയർന്ന ഭൂവിഭാഗങ്ങൾ വരുമ്പോൾ കാറ്റ് മുകളിലേക്ക് ഉയരുകയും ആ പ്രദേശങ്ങളിൽ മഴയുണ്ടാവുകയും ചെയ്യുന്ന പ്രതിഭാസം ഏത്? മഴ എന്ന ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യമാണ്. സമുദ്രത്തിൽ നിന്ന് കരയിലേക്ക് പ്രവേശിക്കുന്ന ഈർപ്പമടങ്ങിയ കാറ്റ്, ഇതാണ് സമുദ്രം. സമുദ്രത്തിൽ നിന്ന് കരയിലേക്ക് പ്രവേശിക്കുന്ന ഈർപ്പമടങ്ങിയ കാറ്റ്, ഈർപ്പം സൂചിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഡോട്ട്സ് കൊടുക്കുന്നുണ്ട്. ഈർപ്പമടങ്ങിയ കാറ്റ് അതിൻ്റെ സഞ്ചാരത്തിന് തടസ്സമായി പർവ്വതങ്ങൾ പോലെയുള്ള ഉയർന്ന ഭൂവിഭാഗങ്ങൾ വരുമ്പോൾ കാറ്റ് മുകളിലേക്ക് ഉയരും അല്ലേ? പർവ്വത ചെരിവുകളിലൂടെ അത് ഉയരാനേ പിന്നെ അതിന് ഓപ്ഷനുള്ളൂ. അങ്ങനെ മുകളിലേക്ക് ഉയർന്ന് മുകളിലെത്തുന്ന ഈ നീരാവി എല്ലാം കൂടെ, കാറ്റിനകത്തുള്ള നീരാവി എല്ലാം കൂടെ കൂടി ചേർന്ന് ഘനീഭവിച്ച് മേഘങ്ങൾ രൂപപ്പെടുകയും മഴ പെയ്യുകയും ചെയ്യുന്നു. ഈ മഴയെന്ന് വിളിക്കുന്ന പേരാണ് ചോദ്യമായിട്ട് വന്നേക്കുന്നത്. മുകളിലേക്ക് ഒഴുകുന്ന കാറ്റ് നീരാവി മുഴുവൻ നഷ്ടപ്പെട്ടതിന് ശേഷം അത് പതുക്കെ പർവ്വതത്തിൻ്റെ മറുവശത്തേക്ക് താഴ്ന്നിറങ്ങുന്നു. ഇവിടെ ഞാൻ ഡോട്ട്സ് കൊടുക്കാത്തത് നീരാവി നഷ്ടപ്പെട്ടു എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ നീരാവി നഷ്ടപ്പെട്ട് പർവ്വതത്തിൻ്റെ മറുവശത്തുള്ള കരഭാഗത്തേക്ക് അല്ലെ മറുവശത്തുള്ള സമതല ഭാഗത്തേക്ക് എത്തും തോറും ഇത് ചൂടാവും. ഈ കാറ്റിനകത്തുള്ള വായു അല്ലെങ്കിൽ ഈ വായു പ്രവാഹം ചൂടാവുകയും ചൂട് കാറ്റുകളായിട്ട് ഇത് മറുവശത്തേക്ക് പോവുകയും ചെയ്യും. അങ്ങനെ ഇവിടെ മഴ ലഭിക്കാതെ വരുന്നു. ഈ ഒരു പ്രദേശത്ത് ഞാൻ ഇട്ടേക്കുന്ന ലൈനിന് ശേഷമുള്ള പ്രദേശത്ത് മഴ ലഭിക്കാതെ വരുന്നു. ഇത്രയും ഭാഗത്തോട്ട് ഇതാണ് മഴ നിഴൽ പ്രദേശം. ലീവേർഡ് സൈഡ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ലീവേർഡ് സൈഡ് എന്ന് പറയും. ഒരു കാറ്റിൻ്റെ ലീവേർഡ് സൈഡ്, ഇത് വിൻഡ് വേർഡ് സൈഡ്. ഒരു പർവ്വതത്തിൻ്റെ വിൻഡ് വേർഡ് സൈഡ്, കാറ്റിൻ്റെ അല്ല, ഒരു പർവ്വതത്തിൻ്റെ വിൻഡ് വേർഡ് സൈഡാണിത്. ഇത് പർവ്വതത്തിൻ്റെ ലീവേർഡ് സൈഡ് ഇതാണ്, അതായത് സമുദ്രത്തിൻ്റെ ഓപ്പോസിറ്റുള്ള പ്രദേശം. ഈ മഴേനെ എന്ത് വിളിക്കുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ മഴേനെ എന്ത് വിളിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അത് നമുക്കൊന്ന് ഉത്തരം കണ്ടെത്തണ്ടേ? ഏതാണ്? നിങ്ങൾക്ക് കിട്ടിയോ? യെസ്, ആൻസർ ഓപ്ഷൻ ഡി ആണ്, ശൈലവൃഷ്ടി. ആൻസർ ഡി ആണ്. എന്ത്? ശൈലവൃഷ്ടി അല്ലെങ്കിൽ പർവ്വതവൃഷ്ടി എന്ന് പറയാറുണ്ട് ഇംഗ്ലീഷിൽ. ഓറോഗ്രാഫിക് റെയിൻഫോൾ. സംവഹന മഴ എന്ന് വെച്ചാൽ എന്താണ്? സംവഹന മഴ കൺവെക്ഷണൽ റെയിൻഫോൾ ആണ്. ഉദാഹരണത്തിന് നല്ല ചൂടുള്ള സമയത്ത് കടലിലെ വെള്ളം ചൂട് പിടിച്ച് നീരാവിയായി മുകളിലേക്ക് ഉയർന്ന്, പകൽ സമയത്ത് കടലിലെ വെള്ളം ചൂടായിട്ട് മുകളിലേക്ക് ഉയർന്ന്, അല്ലെങ്കിൽ കരഭാഗത്തുള്ള ജലാശയങ്ങളിലേക്ക് വെള്ളം ചൂട് പിടിച്ച് ബാഷ്പീകരിക്കപ്പെട്ട് നീരാവിയായി മുകളിലേക്ക് ഉയർന്ന് ഉച്ചതിരിഞ്ഞ്, അല്ലെങ്കിൽ മേഘങ്ങൾ രൂപപ്പെടുന്നു. ശേഷം ഉച്ചതിരിഞ്ഞ് നീരാവി മുകളിലേക്ക് ഉയർന്ന് മേഘങ്ങൾ രൂപപ്പെടുന്നു. ശേഷം ഉച്ചതിരിഞ്ഞ് മഴ പെയ്യുന്നു. ഇതിനെയാണ് സംവഹന വൃഷ്ടി എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഉച്ചലിത വൃഷ്ടി എന്ന് വിളിക്കുന്നത്. രണ്ടും ഒന്നാണെന്ന് +1 NCERT ടെക്സ്റ്റ് ബുക്ക് പറഞ്ഞു വെക്കുന്നുണ്ട്. സംവഹന വൃഷ്ടി തന്നെയാണ് ഏത് ഉച്ചലിത വൃഷ്ടി. പക്ഷേ PSCക്ക് അതിനകത്തൊരു കൺഫ്യൂഷൻ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഇതേ ചോദ്യം, അതായത് പകൽ സമയത്തെ ഉയർന്ന താപം മൂലം ജലം നീരാവിയായി മാറി മുകളിലേക്ക് ഉയർന്ന് ഉച്ചതിരിഞ്ഞ് ലഭിക്കുന്ന മഴ ഏതെന്നുള്ള ചോദ്യത്തിൻ്റെ ആൻസറായിട്ട് PSC ഒരു തവണ സംവഹന വൃഷ്ടിയും ഒരു തവണ ഉച്ചലിത വൃഷ്ടിയും ഓപ്ഷൻ കൊടുത്തു. രണ്ട് തവണ ചോദിച്ച പരീക്ഷയ്ക്കകത്തും സംവഹന വൃഷ്ടിയും ഉച്ചലിത വൃഷ്ടിയും ഓപ്ഷനിലുണ്ടായിരുന്നു. ഒരു തവണ സംവഹന വൃഷ്ടി ആൻസർ കൊടുത്തു, ഒരു തവണ ഉച്ചലിത വൃഷ്ടി ആൻസർ കൊടുത്തു. അത് വലിയ തർക്കങ്ങളൊക്കെ ഉണ്ടായി. ആ ചോദ്യം ക്യാൻസൽ ചെയ്യപ്പെട്ടിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്താണ് സംവഹന വൃഷ്ടി എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചക്രവാത വൃഷ്ടിയാണ് അടുത്ത് പറയാൻ പോകുന്നത്. ചക്രവാത വൃഷ്ടി എന്ന് വെച്ചാൽ ഒരു ന്യൂനമർദ്ദം ഉണ്ടാകുന്നു എന്ന് കരുതുക. ന്യൂനമർദ്ദം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്ന് ചുറ്റുമുള്ള ഉയർന്ന മർദ്ദമുള്ള ഉച്ചമർദ്ദ മേഖലകളിലെ വായു ഈ ന്യൂനമർദ്ദ പ്രദേശത്തേക്ക് ആർത്തലച്ചെത്തും. അവരെല്ലാം കൂടി ഇവിടെ കിടന്ന് കൂട്ടിയിടിച്ച് കറങ്ങും. അങ്ങനെ കറങ്ങി ഈ കാറ്റുകൾ മുകളിലേക്ക് ഉയരും. കൂട്ടിയിടിച്ച് കറങ്ങിയവ മുകളിലേക്ക് ഉയരും. ഇതൊരു ജലാശയമാണെന്ന് സങ്കല്പിച്ച് ഈ ന്യൂനമർദ്ദം ഉണ്ടായത് ഒരു കടലാണെന്ന് സങ്കല്പിച്ച്. അങ്ങനെയാണെങ്കിൽ ഈ കറങ്ങി മുകളിലേക്ക് ഉയരുന്ന കാറ്റിനകത്ത് ധാരാളം നീരാവി കാണും. ഈ ഡോട്ട്സ് കൊടുക്കുന്ന ഇപ്പോഴും നീരാവിനെയാണ്. നീരാവി മുകളിലേക്ക് ഉയരുന്നു. അങ്ങനെ മുകളിലേക്ക് ഉയരുന്ന നീരാവി എല്ലാം കൂടെ അന്തരീക്ഷത്തിൻ്റെ മുകൾ ഭാഗത്തെത്തി കഴിയുമ്പോൾ അത് തണുത്ത്
മേഘങ്ങളായി മാറി മഴയായിട്ട് പെയ്യും. ഇതിനെയാണ് ചക്രവാത വൃഷ്ടി അല്ലെങ്കിൽ സൈക്ലോണിക് റെയിൻഫോൾ എന്ന് വിളിക്കുന്നത്. ചക്രവാത വൃഷ്ടി. നാലാമതായിട്ട് ഒരെണ്ണം കൂടി ഉള്ളൂ, തീരദേശ വൃഷ്ടി. അതായത് കടലിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണല്ലോ, അതുകൊണ്ട് കരഭാഗത്തെ വായു, അതുപോലെ തന്നെ കടലിലെ വായു. കടലിലെ വായുവിനകത്ത് നീരാവി കൂടുതലായിരിക്കും അല്ലേ, കരഭാഗത്തെ വായുവിനകത്ത് നീരാവി കുറവായിരിക്കും. ഇവ രണ്ടും കൂടെ കൂട്ടിയിടിച്ച് മുകളിലേക്ക് ഉയർന്ന് നീരാവി തണുത്ത് തീരദേശങ്ങളിൽ കിട്ടുന്ന വൈകുന്നേരങ്ങളിലോടൊക്കെ രാത്രിയോടൊക്കെ അനുബന്ധിച്ച് കിട്ടുന്ന മഴയാണ് തീരദേശ വൃഷ്ടി. അങ്ങനെ 4 തരം മഴയും ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ആൻസർ ശൈലവൃഷ്ടി അല്ലെങ്കിൽ പർവ്വതവൃഷ്ടി, ഓറോഗ്രഫിക് റെയിൻഫോൾ എന്നറിയപ്പെടുന്നു. ഓക്കെ ആണോ? 4. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? കുറച്ച് പ്രസ്താവനകൾ അധികം കൊടുത്തിട്ടുണ്ട്, 3 എണ്ണം ഉണ്ട്. ഇതിനകത്ത് ഏതാണ് ശരിയെന്ന് കണ്ടെത്തണം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന. 1, ഭൂവൽക്കത്തിൻ്റെയും മാൻഡിലിൻ്റെയും അതിർവരമ്പാണ് മൊഹോറോവിസിക് വിച്ഛിന്നത. ഭൂവൽക്കവും മാൻഡിലിൻ്റെ മുകൾ ഭാഗവും ചേർന്ന് വരുന്ന പ്രദേശം അറിയപ്പെടുന്നത് ലിത്തോസ്ഫിയർ എന്നാണ്. ലിത്തോസ്ഫിയറിന് താഴെയായി മാൻഡിലിൻ്റെ ഉപരിഭാഗത്ത് അർദ്ധദ്രവാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. ഇതിനകത്ത് ഏതാണ് ശരിയായ പ്രസ്താവന എന്ന് നമ്മൾ കണ്ടെത്തണം. ഭൂവൽക്കത്തിൻ്റെയും മാൻഡിലിൻ്റെ അതിർവരമ്പാണ് മൊഹോറോവിസിക് വിച്ഛിന്നത. ഭൂവൽക്കവും മാൻഡിലിൻ്റെ മുകൾ ഭാഗവും ചേർന്ന് വരുന്ന പ്രദേശം അറിയപ്പെടുന്നത് ലിത്തോസ്ഫിയർ എന്നാണ്. ലിത്തോസ്ഫിയറിന് താഴെയായി മാൻഡിലിൻ്റെ ഉപരിഭാഗത്ത് അർദ്ധദ്രവാവസ്ഥ, ലിത്തോസ്ഫിയറിന് താഴെ നിന്ന് എടുത്തു പറയുന്നുണ്ട്, മാൻഡിലിൻ്റെ ഉപരിഭാഗത്ത് അർദ്ധദ്രവാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. ഇതിനകത്ത് ഏതൊക്കെയാണ് ശരി എന്ന് കൃത്യമായിട്ട് കണ്ടെത്തുക. ഓക്കെ ആണല്ലോ? ആൻസർ കിട്ടിയോ ആർക്കെങ്കിലും? ഓപ്ഷൻ ശ്രദ്ധിച്ച് നോക്കുക, എന്നിട്ട് ആൻസർ പറയുക. യെസ്, ആൻസർ ഇവിടെ ഓപ്ഷൻ ഡി ആണ്, എല്ലാം ശരി എന്നുള്ളതാണ്. നോക്കിക്കേ, ഭൂവൽക്കം, മാൻഡില്, കാമ്പ് എന്ന് 3ആയിട്ട് ഭൂമിയുടെ ഉൾഭാഗത്തെ തരംതിരിക്കുന്നുണ്ട്. ഭൂവൽക്കം, രണ്ടാമത്തത് മാൻഡില്, മൂന്നാമത്തത് കാമ്പ്. ഓക്കെ, ഭൂവൽക്കം ശരാശരി ആഴം പാഠപുസ്തകം SCERT 40 കിലോമീറ്റർ, മാൻഡില് 2900 കിലോമീറ്റർ, കാമ്പ് അവസാനിക്കുന്നിടത്ത് 6371 കിലോമീറ്റർ. SCERT 8ാം ക്ലാസ്സിനകത്ത് ഇത് പറയുന്നുണ്ട്. ഭൂവൽക്കവും മാൻഡിലും വേർതിരിക്കപ്പെടുന്നത് ഈ 40ാമത്തെ കിലോമീറ്ററിലാണല്ലോ. അതുപോലെ തന്നെ മാൻഡിലും കാമ്പും വേർതിരിക്കപ്പെടുന്നത് 2900 കിലോമീറ്ററിലാണ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ആദ്യത്തെ വേർതിരിക്കലിനെ വിളിക്കുന്ന പേരാണ് മൊഹോറോവിസിക് വിച്ഛിന്നത. രണ്ടാമത്തേനെ വിളിക്കുന്ന പേരാണ് ഗുട്ടൻബർഗ് വിച്ഛിന്നത. വേറെയും വരുന്നുണ്ട്, റെപ്പറ്റി വിച്ഛിന്നത വരുന്നുണ്ട്, കോൺറാഡ് വിച്ഛിന്നത വരുന്നുണ്ട്, ലേമാൻ വിച്ഛിന്നത വരുന്നുണ്ട്. അങ്ങനെ വേറെ വിച്ഛിന്നതകളും ഉണ്ട്. ഇപ്പം റെപ്പറ്റി ആണെങ്കിൽ ഉപരിമാൻഡിലിൻ്റെയും അധോമാൻഡിലിൻ്റെയും അതിർത്തിയാണ്. ലേമാൻ ആണെങ്കിൽ പുറക്കാമ്പിൻ്റെയും അകക്കാമ്പിൻ്റെയും അതിർത്തിയാണ്. കോൺറാഡ് ആണെങ്കിൽ സിയാലിൻ്റെയും സിമയുടെയും അതിർത്തിയാണ്. ഈ ഭൂവൽക്കത്തെ തന്നെ ഈ 1ാമത്തെ ലെയർ കണ്ടോ, ഇതാണല്ലോ ഭൂവൽക്കം. ഭൂവൽക്കത്തെ തന്നെ വൻകര ഭൂവൽക്കം എന്ന് സിയാൽ എന്നും സമുദ്ര ഭൂവൽക്കം എന്ന് സിമ എന്നും വിളിക്കുന്നുണ്ട്. വൻകര ഭൂവൽക്കത്തെ സിയാൽ എന്നും സമുദ്ര ഭൂവൽക്കത്തെ സിമ എന്നും വേറെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അത് 1ാമത്തെ പ്രസ്താവന ശരിയാണെന്ന് നോക്കിക്കേ. ഭൂവൽക്കത്തിൻ്റെയും മാൻഡിലിൻ്റെ അതിർവരമ്പാണ് മൊഹോറോവിസിക് വിച്ഛിന്നത. ഇനി പറഞ്ഞേക്കുന്ന നമ്പർ 1 കണ്ടോ, ഈ ഒരു പോയിന്റ്. 2, ഭൂവൽക്കവും മാൻഡിലിൻ്റെ മുകൾ ഭാഗവും ചേർന്ന് വരുന്ന പ്രദേശം അറിയപ്പെടുന്നത് ലിത്തോസ്ഫിയർ എന്നാണ്. ഭൂവൽക്കവും ഉപരിമാൻഡിൽ, മാൻഡിലിൻ്റെ മുകൾ ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപരിമാൻഡിൽ, രണ്ടും കൂടെ ചേർന്ന് വരുന്ന പ്രദേശമാണ് ഏത്? ലിത്തോസ്ഫിയർ. അതായത് ഈ ഭൂവൽക്കം ഞാൻ ഷെയ്ഡ് ചെയ്യാൻ തന്നെ ഇത്രയും സ്ഥലം, ഇതാണ് ഭൂവൽക്കം. ഭൂവൽക്കം മുഴുവൻ, മാൻഡിലിൻ്റെ മുകൾ ഭാഗം ഉപരിമാൻഡിൽ ഇത്രയും വരുന്നുള്ളൂ, മാൻഡിലിൻ്റെ ഇത്രയും ഭാഗം ഉണ്ടോ. ഇവർ രണ്ടുപേരെയും കൂടെ ചേർത്തിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണിത് ലിത്തോസ്ഫിയർ. ഇതിന് ശിലാമണ്ഡലം എന്ന് പറയുന്നുണ്ട്. ശിലാമണ്ഡലം, മലയാളത്തിൽ പറയുന്ന പേരാണിത് ശിലാമണ്ഡലം. ഇവിടെ ശിലകൾ ഖരാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് ശിലാമണ്ഡലം എന്നതിനെ വിളിക്കുന്നത്. അടുത്ത പോയിന്റ് നോക്കിക്കേ, ലിത്തോസ്ഫിയറിന് താഴെ, അതായത് ശിലാമണ്ഡലത്തിന് താഴെ മാൻഡിലിൻ്റെ ഉപരിഭാഗത്ത് എന്ന് വെച്ചാൽ മാൻഡിലിൻ്റെ ഏറ്റവും മുകൾ എന്നല്ല ഉദ്ദേശിക്കുന്നത്, മാൻഡിലിൻ്റെ മുകൾ വശം എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇത് +1 പുസ്തകത്തിനകത്ത് ഇങ്ങനെ പറയുന്നത്, അതുകൊണ്ട് ഞാൻ അങ്ങനെ കൊടുത്തുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ലിത്തോസ്ഫിയറിന് താഴെയായി മാൻഡിലിൽ എന്ന് നിങ്ങൾ ഓർത്താൽ മതി. മാൻഡിലിൽ അർദ്ധദ്രവാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. ലിത്തോസ്ഫിയറിന് താഴെ അസ്തനോസ്ഫിയർ ആണെന്നുള്ള കാര്യത്തിനകത്ത് ഒരു ഡൗട്ടും വേണ്ട. ലിത്തോസ്ഫിയർ അല്ലെങ്കിൽ ശിലാമണ്ഡലത്തിന് താഴെയായി, ഞാൻ ഒന്നുകൂടെ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇത് ഭൂമിയുടെ ഉപരിതലം, അവിടുന്ന് താഴേക്ക് 3 പാളികളുണ്ടല്ലോ, ഇങ്ങനെ 3 പാളികളില്ലേ. അതിൽ ആദ്യത്തേത് ഭൂവൽക്കമാണ്. ഇതിൻ്റെ ഇത് ഭൂവൽക്കം, രണ്ടാമത്തത് മാൻഡിലാണ്. അപ്പോൾ ഭൂവൽക്കം മുഴുവൻ, ഇതിൻ്റെ ഇത് ഭൂവൽക്കം മുഴുവൻ എടുത്തു. ഭൂവൽക്കം മുഴുവൻ 40 കിലോമീറ്റർ വരെയാണ് ശരാശരി പറഞ്ഞത് അല്ലേ. ഭൂവൽക്കം മുഴുവൻ എടുത്തു, ഉപരിമാൻഡിലും എടുത്തു. ഇത്രയുമാണ് ഉപരിമാൻഡിൽ. ഇത്രയും എടുത്തു കഴിഞ്ഞാൽ അത് ശിലാമണ്ഡലം. അതിന് താഴോട്ട് ശിലകൾ അർദ്ധദ്രവാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഭാഗം, ഇതാണ് അസ്തനോസ്ഫിയർ. ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? അസ്തനോസ്ഫിയർ. അപ്പോൾ പറഞ്ഞിരിക്കുന്ന 3 പ്രസ്താവനകൾ ശരിയായി. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ലേ? ഭൂവൽക്കവും ഉപരിമാൻഡിലും കൂടെ ചേരുന്നത് ലിത്തോസ്ഫിയർ,
ഉണ്ട്, അതാണ് മാന്റിലിന്റെ മുകൾ ഭാഗം. ലിത്തോസ്ഫിയറിന് താഴെയായി അർദ്ധദ്രവാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഭാഗം അസ്തനോസ്ഫിയർ. ഈ അർദ്ധദ്രവാവസ്ഥയിലുള്ള ഈ വസ്തുവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാഗ്മ. മനസ്സിലായി? അർദ്ധദ്രവാവസ്ഥയുള്ള ഈ വസ്തുവാണ് മാഗ്മ. ഈ മാഗ്മ ഭൂമിയുടെ പുറത്തേക്ക് എത്തുമ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ലാവ. കേട്ടോ, മാഗ്മ പുറത്തേക്ക് എത്തുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ലാവ. ഈ ശിലാമണ്ഡലത്തിലെ വിടവുകളിലൂടെ, ഇങ്ങനെയുള്ള ശിലാമണ്ഡലത്തിലെ വിടവുകളിലൂടെ ഇത് പുറത്തേക്ക് എത്തും. അപ്പം നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ലാവ. ക്ലിയർ അല്ലേ? പറഞ്ഞ കാര്യം മറന്നു പോകരുത്. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഇത് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇത് ഭൂവൽക്കം, 2 മാൻഡിൽ, 3 കാമ്പ്. ഭൂവൽക്കം മുഴുവനും, ഭൂവൽക്കം ഫുള്ളും ഉപരി മാൻഡിലും കൂടെ ചേരുന്ന ഖരരൂപത്തിലുള്ള പ്രദേശമാണ്. ഇത്രയുമാണ് ലിത്തോസ്ഫിയർ. ഇത്രയുമാണ് ലിത്തോസ്ഫിയർ. അതിന് താഴോട്ട് അർദ്ധദ്രവാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. ആ അർദ്ധദ്രവാവസ്ഥയിലുള്ള ഈ വസ്തുവാണ് നമ്മുടെ മാഗ്മ എന്നറിയപ്പെടുന്നത്. ഈ മാഗ്മ ശിലാമണ്ഡലത്തിലെ വിടവുകളിലൂടെയൊക്കെ പുറത്തേക്ക് എത്തുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ലാവ. മൂന്നാമത്തെ പ്രസ്താവന ശരിയാണ്. 1, 2, 3 ശരിയാണെന്ന് മനസ്സിലായി. 5ാമത്തെ ചോദ്യം കാറ്റുകളിൽ നിന്നൊരു ചോദ്യമാണ്. ഭൂമധ്യരേഖ പ്രദേശത്തേക്ക് വീശുന്ന വാണിജ്യവാതങ്ങൾ കൂടിച്ചേരുന്ന ഭാഗമാണ് കുതിരക്ഷാംശങ്ങൾ. ഓപ്ഷൻ ബി, നിർവാത മേഖല അഥവാ ഡോൾഡ്രംസ് എന്നറിയപ്പെടുന്ന ഭാഗം ഭൂമധ്യരേഖയ്ക്ക് ഇരുവശവും 15 ഡിഗ്രി അക്ഷാംശങ്ങൾ വരെയാണ്. സി, കാറ്റിനെ കുറിച്ചുള്ള പഠനമാണ് മെറ്റീരിയോളജി. ഞാൻ ഈ അടുത്തൊരു യൂട്യൂബ് ക്ലാസ്സിൽ ഇത് പറഞ്ഞു തന്നിരുന്നു. അലർന്ന 40കൾ, കഠോരമായ 50കൾ, അലമുറയിടുന്ന 60കൾ എന്നിവ പശ്ചിമവാദങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതെങ്കിലും ഒന്നേ ശരിയുള്ളൂ. അപ്പം നിങ്ങൾക്ക് വായിച്ചു നോക്കാൻ സമയം വേണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ക്ലാസ് ഒന്ന് പോസ് ചെയ്താൽ മതി കേട്ടോ. ഏതാണ് ആൻസർ? യെസ്, കിട്ടിയല്ലോ. ഓപ്ഷൻ ഡി ആണ് ശരിയായ പ്രസ്താവന. അലർന്ന 40, കഠോരമായ 50, അലമുറയിടുന്ന 60 ഇതൊക്കെ പശ്ചിമവാദങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ശരി. അപ്പം ബാക്കിയൊക്കെ എന്തുകൊണ്ട് തെറ്റിപ്പോയി നോക്കണ്ടേ? നോക്കാം. ഭൂമധ്യരേഖാ പ്രദേശത്തേക്ക് വീശുന്ന വാണിജ്യവാദങ്ങൾ, ഭൂമധ്യരേഖാ പ്രദേശത്തേക്ക് വീശുന്നത് ആരാണ്? വാണിജ്യവാദങ്ങൾ തന്നെയാണ്. കാരണം 30 ഡിഗ്രി അക്ഷാംശങ്ങൾ എന്നറിയപ്പെടുന്ന ഉച്ചമർദ്ദ മേഖല, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് 0 ഡിഗ്രി എന്നറിയപ്പെടുന്ന ഭൂമധ്യരേഖയിലേക്ക് വീശുന്ന കാറ്റുകളാണ് വാണിജ്യവാദങ്ങൾ. തെറ്റരുത്. 30 ഡിഗ്രി ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് 0 ഡിഗ്രി ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റുകളാണ് വാണിജ്യവാദങ്ങൾ. 30 ഡിഗ്രീനെ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല എന്ന് വിളിക്കുന്നു. 0 ഡിഗ്രീനെ മധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്ന് വിളിക്കുന്നു. 2 ദിക്കിൽ നിന്ന് വരുന്നുണ്ട്. ഉത്തരാർദ്ധ ഗോളത്തിൽ നിന്നും 30ൽ നിന്ന് 0ലേക്ക് വരുന്നുണ്ട്. ദക്ഷിണാർദ്ധ ഗോളത്തിൽ 30ൽ നിന്ന് 0ലേക്ക് വരുന്നുണ്ട്. ഇവരെ കൂടിച്ചേരുന്നത് സ്ഥലത്തെ വിളിക്കുന്ന പേര് ITCZ എന്ന, ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്തെ വിളിക്കുന്ന പേരാണ് ITCZ. ITCZ ഡോൾഡ്രംസ് എന്നറിയപ്പെടുന്ന ഭാഗത്തിനകത്ത് സ്ഥിതി ചെയ്യുന്നത്. ഡോൾഡ്രംസ് എന്ന് വെച്ചാൽ ഭൂമധ്യരേഖയ്ക്ക് ഇരുവശവും 5 ഡിഗ്രി വരെയുള്ള സ്ഥലങ്ങളാണ് ഡോൾഡ്രംസ്. ഭൂമധ്യരേഖയ്ക്ക് ഇരുവശവും 5 ഡിഗ്രി നോർത്ത് സൗത്ത് വരെയുള്ള സ്ഥലങ്ങളാണ് ഡോൾഡ്രംസ്. അതിനകത്താണ് ഈ ITCZ വരുന്നത്. അതാണ് രണ്ടാമത്തത്. ഓപ്ഷൻ ബി നോക്കിക്കേ. നിർവാത മേഖല അഥവാ ഡോൾഡ്രംസ് എന്നറിയപ്പെടുന്ന ഭാഗം ഭൂമധ്യരേഖയ്ക്ക് ഇരുവശവും 15 ഡിഗ്രി. കണ്ടോ, അതാണ് തെറ്റിപ്പോയത്. ഇത് 5 ഡിഗ്രി വരെയുള്ള സ്ഥലങ്ങളെയാണ് ഡോൾഡ്രംസ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ഒന്നാമത്തെ പ്രസ്താവനയും തെറ്റിപ്പോയതിന്റെ റീസൺ മനസ്സിലായില്ലേ? കൂടിച്ചേരുന്ന സ്ഥലം ITCZ ആണ്. ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് ഈ 5നും 5നും ഇടയ്ക്ക് ഭൂമധ്യരേഖയോട് ചേർന്നാണ് ITCZ സ്ഥിതി ചെയ്യുന്നത്. 0 ഡിഗ്രിയോട് വളരെ ചേർന്നാണ് ITCZ സ്ഥിതി ചെയ്യുന്നത്. കുതിര അക്ഷാംശങ്ങൾ എന്ന് വെച്ചാൽ 30 ഡിഗ്രി അക്ഷാംശങ്ങളാണ്. 30ൽ നിന്ന് ഇത് തുടങ്ങുന്നത്. 30ലേക്ക് കൂടിച്ചേരുവല്ല, 30ൽ നിന്ന് തുടങ്ങി 0യിലേക്കാണ് കൂടിച്ചേരുന്നത്. മനസ്സിലായോ? ഇനി കാറ്റിനെ കുറിച്ചുള്ള പഠനമാണ് മെറ്റീരിയോളജി. മൂന്നാമത്തെ പ്രസ്ഥാനം തെറ്റാൻ കാരണം കാറ്റിനെ കുറിച്ചുള്ള പഠനം അനിമോളജിയാണ്. മെറ്റീരിയോളജി കാലാവസ്ഥയെക്കുറിച്ചുള്ള പഠനമാണ് മെറ്റീരിയോളജി. മനസ്സിലായോ? എന്തുകൊണ്ടാണ് 3 തെറ്റിയതും 1 ശരിയായെന്നും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി അവസാനമായിട്ട് അലറുന്ന 40കൾ, അതായത് റോറിംഗ് 40, കഠോരമായ 50കൾ, ഫ്യൂരിയസ് 50, അലമുറയിടുന്ന 60കൾ, സ്ക്രീമിംഗ് 60s ഇതെല്ലാം പശ്ചിമവാദങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. എന്താണ് പശ്ചിമവാദങ്ങൾ? ഭൂമിയിൽ 30 ഡിഗ്രി അക്ഷാംശങ്ങൾ, അതായത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് 60 ഡിഗ്രി അക്ഷാംശങ്ങൾ, അതായത് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റുകളാണ് പശ്ചിമവാദങ്ങൾ. അതിൽ ദക്ഷിണാർദ്ധ ഗോളത്തിലെ പശ്ചിമവാദങ്ങളാണ് അലറുന്ന 40, കഠോരമായ 50, അലമുറയിടുന്ന 60. ഇതൊക്കെ ദക്ഷിണാർദ്ധ ഗോളത്തിലെ പശ്ചിമവാദങ്ങളാണ്. മനസ്സിലായോ? ദക്ഷിണാർദ്ധ ഗോളത്തിലെ പശ്ചിമവാദങ്ങളെയാണ് അലറുന്ന 40കൾ, കഠോരമായ 50കൾ, അലമുറയിടുന്ന 60കൾ എന്ന് പ്രത്യേകമായിട്ട് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ പശ്ചിമവാദങ്ങൾക്ക് എക്സാമ്പിൾ എന്ന് ചോദിച്ചിട്ട് നമുക്കിത് വേണം പറയാം. ഇനി ചിലപ്പോൾ അത് സ്പെസിഫിക് ആയിട്ട് ദക്ഷിണാർദ്ധ, ഇപ്പോൾ അലറുന്ന 40, കഠോരമായ 50, അലമുറയിടുന്ന 60കൾ എന്നിവ ഉത്തരാർദ്ധ ഗോളത്തിലെ പശ്ചിമവാദം ഒരു ഓപ്ഷൻ. അലറുന്ന 40, കഠോരമായ 50, അലമുറയിടുന്ന 60 ദക്ഷിണാർദ്ധ ഗോളത്തിലെ പശ്ചിമവാദങ്ങൾ എന്ന് രണ്ടായിട്ട് തിരിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ദക്ഷിണാർദ്ധ ഗോളത്തിലെ പശ്ചിമവാദങ്ങൾ എന്ന് എഴുതണം. ഇനി ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ പശ്ചിമവാദങ്ങൾക്ക് എക്സാമ്പിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ശരിയാണ് കേട്ടോ. അപ്പോൾ 30 ഡിഗ്രിയിൽ നിന്ന് 60 ഡിഗ്രിയിലേക്ക് മറക്കരുത്. 30 ഡിഗ്രിയിൽ നിന്ന് 0 ഡിഗ്രിയിലേക്കാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്നത് വാണിജ്യവാദങ്ങൾ.
30-ൽ നിന്ന് 60-ലാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് പശ്ചിമവാതങ്ങൾ. ഇനി 90-ൽ നിന്ന് 60-ലേക്കാണെങ്കിൽ അവയെ വിളിക്കുന്ന പേര് ധ്രുവീയ പൂർവ്വവാതങ്ങൾ. 90-ൽ നിന്ന് 60-ലേക്കാണെങ്കിൽ അവയെ വിളിക്കുന്ന പേര് ധ്രുവീയ പൂർവ്വവാതങ്ങൾ. ഞാൻ നിങ്ങളുടെ സമയം ഒത്തിരി അപഹരിക്കുന്നില്ല, വളരെ ചെറിയ എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നുള്ളൂ. അടുത്തിലേക്ക് പോകുന്നു. 6ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കണം. എന്താണ് ചോദിക്കുന്നത് എന്നുള്ളത്. വടക്കേ അമേരിക്കയിൽ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവിലേക്ക് വീശുന്ന മഞ്ഞുതീനി എന്നറിയപ്പെടുന്ന ഉഷ്ണവാതമാണ് ചിനൂക്ക്. യൂറോപ്പിൽ അനുഭവപ്പെടുന്ന അതിശൈത്യ പ്രാദേശികവാദമാണ് മിസ്ട്രൽ. ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരങ്ങളിലേക്ക് വീശുന്ന അതിശൈത്യവാദമാണ് ഹർമട്ടൺ. പർവ്വതക്കാറ്റ്, താഴ്വരക്കാറ്റ് എന്നിവ കാലികവാദങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് ഏതാണ് തെറ്റായ പ്രസ്താവന എന്ന് കണ്ടെത്തണം. ഒരെണ്ണേ ഉള്ളൂ തെറ്റ്. അതേതാണെന്ന് കണ്ടെത്തിയോ? യെസ്, ഞാനിവിടെ ആൻസർ പറയാം. ഓപ്ഷൻ 3. 3ാമത്തത്, ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിലേക്ക് വീശുന്ന അതിശൈത്യവാദമാണ് ഹർമട്ടൺ. എന്തുകൊണ്ട് ഇത് തെറ്റിപ്പോയി? ഈ ഒരു പോയിന്റാണ് ഇത് തെറ്റാനുള്ള റീസൺ. ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരത്തേക്ക് തന്നെയാണ് ഹർമട്ടൺ വീശുന്നത്, പക്ഷേ ഇത് അതിശൈത്യവാദമല്ല, ഇത് ഉഷ്ണവാദമാണ്. ഡോക്ടർ എന്നറിയപ്പെടുന്ന ഒരു പ്രാദേശികവാദമാണ് ഹർമട്ടൺ. ഡോക്ടർ. ആഫ്രിക്കയുടെ പടിഞ്ഞാറ് ഗിനിയ എന്നറിയപ്പെടുന്ന തീരം, നമ്മുടെ മലബാർ തീരം എന്നൊക്കെ പറയുന്ന പോലെ ഗിനിയ തീരത്തേക്ക് വീശുകയും അവിടെയുള്ള ഈർപ്പത്തെ കുറച്ച് ആശ്വാസകരമായ ഒരു അന്തരീക്ഷം ആ നാട്ടിലുള്ള ആളുകൾക്ക് നിർമ്മിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് ഈ ഹർമട്ടനാണ്. അതുകൊണ്ടാണ് അവരതിനെ ഡോക്ടർ എന്ന് വിളിക്കുന്നത്. അവർക്ക് സ്കിൻ ഇഷ്യൂസ്, ചൂടുമായി ബന്ധപ്പെട്ട മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ മാറും. അതുകൊണ്ടാണ് അവർ ഡോക്ടർ എന്ന് അതിനെ വിളിക്കുന്നത്. ബാക്കിയൊക്കെ എന്തുകൊണ്ട് ശരിയായെന്ന് കൂടെ നോക്കണ്ടേ? യെസ്, വടക്കേ അമേരിക്കയിൽ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവിലേക്ക് വീശുന്ന മഞ്ഞുതീനി എന്ന് വിളിക്കുന്ന ചൂട് കാറ്റിനെയാണ് നമ്മൾ ചിനൂക്ക് എന്ന് വിളിക്കുന്നത്. ഗോതമ്പ് കൃഷിയെ സഹായിക്കുന്ന കാറ്റ് എന്നാണ് ഈ പറഞ്ഞ ചിനൂക്ക് അറിയപ്പെടുന്നത്. യൂറോപ്പിൽ അനുഭവപ്പെടുന്ന അതിശൈത്യം, കൊടും തണുപ്പ് ഉണ്ടാക്കിയെടുക്കുന്ന അല്ലെങ്കിൽ കൊടും തണുപ്പ് നിർമ്മിക്കുന്ന കാറ്റാണ് യൂറോപ്പിൽ കൊടും തണുപ്പിന് കാരണമാകുന്ന കാറ്റാണ് മിസ്ട്രൽ. മറക്കരുത്, മിസ്ട്രൽ കേട്ടോ. പർവ്വതക്കാറ്റ്, താഴ്വരക്കാറ്റ് എന്നിവ കാലികവാദങ്ങൾക്ക് എക്സാമ്പിളാണ്. വേറെ ഏതൊക്കെയാണ് കാലികവാദങ്ങൾക്ക് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്നത്? കടൽ കാറ്റ്, കരക്കാറ്റ്. പിന്നെ ഏതാണ് കാലികവാദത്തിന് എക്സാമ്പിൾ? മൺസൂൺ. 3 പഠിച്ചാൽ മതി. പർവ്വതക്കാറ്റ്, താഴ്വരക്കാറ്റ്, കടൽക്കാറ്റ്, കരക്കാറ്റ്, മൺസൂൺ കാറ്റ്. ഇതെല്ലാം എന്തിന് ഉദാഹരണമാണ്? കാലികവാദങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഓക്കെ. 7ാമത്തെ ചോദ്യം. ഭൂപ്രകൃതി, കാലാവസ്ഥ തുടങ്ങിയ പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങൾ അറിയപ്പെടുന്നത്. ഭൂപ്രകൃതി, കാലാവസ്ഥ തുടങ്ങിയ പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങൾ അറിയപ്പെടുന്നത് തിമാറ്റിക് ഭൂപടങ്ങൾ, ഭൗതിക ഭൂപടങ്ങൾ, സാംസ്കാരിക ഭൂപടങ്ങൾ ഇവയൊന്നുമല്ല. ഭൂപടങ്ങളിൽ നിന്നൊരു ചോദ്യമാണ്, കിടിലൻ ചോദ്യമാണ്. പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളെ നമ്മൾ എന്താണ് വിളിക്കുന്നത് എന്നാണ് ചോദ്യം. ആൻസർ കിട്ടിയോ? യെസ്, ആൻസർ ഭൗതിക ഭൂപടങ്ങളാണ്. പ്രകൃതിദത്തമായ കാര്യങ്ങൾ, അതായത് ഭൂപ്രകൃതി കണ്ടോ, ഭൂപ്രകൃതി, കാലാവസ്ഥ, ഇതെല്ലാം പ്രകൃതിദത്തമായിട്ടുള്ള സവിശേഷതകളാണ് ഭൂമിയുടെ. അതൊക്കെ ചിത്രീകരിച്ചാൽ അത് ഭൗതിക ഭൂപടം. എന്താണ് സാംസ്കാരിക ഭൂപടം? മനുഷ്യനിർമ്മിതമായിട്ടുള്ള സവിശേഷതകൾ ചിത്രീകരിച്ചാൽ അത് സാംസ്കാരിക ഭൂപടം. അതായത് അതിർത്തികൾ, ഭൂമിയിൽ നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്ന അതിരുകൾ, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കൃഷി ഒരു മനുഷ്യനിർമ്മിത പ്രവൃത്തിയാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സാംസ്കാരിക ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. ഒരു വിഷയാധിഷ്ഠിതമായ ഭൂപടം ആണ് തിമാറ്റിക് ഭൂപടം. ഏതെങ്കിലും ഒരു വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി നിർമ്മിക്കുന്ന ഭൂപടങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? തിമാറ്റിക് ഭൂപടങ്ങൾ എന്ന് വിളിക്കുന്നത്. വിഷയാധിഷ്ഠിതമായിട്ടുള്ള ഭൂപടങ്ങൾക്കാണ് തിമാറ്റിക് ഭൂപടങ്ങൾ എന്ന് നമ്മൾ പറയുന്നത്. സിമ്പിളല്ലായിരുന്നു ഈ ഒരു ചോദ്യം. അപ്പോൾ പ്രകൃതിദത്തമായ സവിശേഷതയാണോ എന്തെങ്കിലും ചോദിച്ചാൽ അത് പ്രകൃതിദത്തമായ സവിശേഷതയാണോ എന്നൊന്ന് പരിശോധിച്ച് കഴിഞ്ഞിട്ട് ആണെങ്കിൽ അതിൻ്റെ ഭൗതിക ഭൂപടം എന്ന് എഴുതിക്കോണം. ഇനി നമുക്ക് തന്നേക്കുന്ന ഭൂപടം ഒരു മനുഷ്യനിർമ്മിതമാണോ അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഭൂപടമാണോ എങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കണം? സാംസ്കാരിക ഭൂപടം എന്ന് വിളിച്ചോണം. നമുക്ക് തന്നേക്കുന്ന ആ സവിശേഷതയില്ലേ, പ്രകൃതിദത്തമാണോ അത് മനുഷ്യനിർമ്മിതമാണോ എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് ആൻസർ ചെയ്യേണ്ടത്. 8ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? വേൾഡ് ജോഗ്രഫിയിൽ നമുക്ക് ഇനി ഒരു 3 ചോദ്യം കൂടെ, 8ഉം 9ഉം 10ഉം നോക്കാം. വലിയ ഭൂപ്രദേശത്തിന്റെ പ്രധാന പ്രത്യേകതകൾ മാത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ഭൂപടങ്ങളാണ് ചെറിയ തോത് ഭൂപടങ്ങൾ. 1. ധരാതലീയ ഭൂപടങ്ങൾ, കഡസ്ട്രൽ ഭൂപടങ്ങൾ എന്നിവ വലിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. 2. പാടങ്ങൾ, കെട്ടിടങ്ങൾ തുടങ്ങി ഭൂസ്വത്തുക്കളുടെ അതിരുകൾ, ഉടമസ്ഥാവകാശം എന്നിവ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്ന ഭൂപടങ്ങളാണ് ധരാതലീയ ഭൂപടങ്ങൾ. ഇതിനകത്ത് ഏതാണ് ശരിയായ പ്രസ്താവന? 1 മാത്രമാണോ, 1ഉം 2ഉമാണോ, അതോ 1ഉം 3ഉമാണോ, അതോ എല്ലാമാണോ? ഇതിൻ്റെ ആൻസർ എന്താണെന്ന് കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക. ഞാൻ അതിൻ്റെ ആൻസർ ഇപ്പോൾ പറയാം. യെസ്, ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. 1ഉം 2ഉം മാത്രമാണ് ശരി, 3 തെറ്റാണ്. എന്തുകൊണ്ടാണ് 1ഉം 2ഉം ശരിയായതെന്നും 3 തെറ്റായതെന്നും നമുക്ക് നോക്കാം. 1. വലിയ ഭൂപ്രദേശത്തിന്റെ പ്രധാന പ്രത്യേകതകൾ മാത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ഭൂപടങ്ങളാണ് ചെറിയ തോത് ഭൂപടങ്ങൾ. കേൾക്കുമ്പോൾ ഒരു കോൺട്രഡിക്ഷൻ പോലെ തോന്നും. വലിയ ഭൂപ്രദേശത്തെ ചെറിയ തോത് ഭൂപടം എന്നാണോ വിളിക്കുന്നത്? അതെ. വലിയ ഭൂപ്രദേശങ്ങളെ നമ്മൾ വരച്ചെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മാപ്പിലേക്ക് നമ്മൾ വരയ്ക്കുമ്പോൾ
അത് ചെറിയ തോതിൽ നമുക്ക് വരയ്ക്കാൻ പറ്റത്തുള്ളൂ. കാരണം എന്താ? ഇപ്പൊ ഇന്ത്യയുടെ ഒരു മാപ്പ് നമുക്കൊരു പേ ഒരു 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 പേപ്പറിലേക്ക് നമുക്ക് വരച്ച് മാറ്റണം. നമുക്ക് അതിനകത്തെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി ഇന്ത്യയിലുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി നമുക്ക് മാപ്പ് തയ്യാറാക്കാൻ പറ്റുമോ? ഇല്ല. പ്രധാനപ്പെട്ട സവിശേഷതകൾ മാത്രമേ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റത്തുള്ളൂ. കണ്ടോ? അതായത് ചെറിയ ഒരു സ്കെയിലിൽ മാത്രമേ നമുക്കിത് വരച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അതിന് ചെറിയ തോത് ഭൂപടം എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന് 10 കിലോമീറ്ററൊക്കെ ചിലപ്പോൾ നമുക്ക് ഇന്ത്യയിലെ 10 കിലോമീറ്ററൊക്കെ ചിലപ്പോൾ നമ്മൾ 1 കിലോമീറ്ററിനകത്ത് ചുരുക്കേണ്ടി വരും. അത്രയും ചെറുതാക്കേണ്ടി വരും. മനസ്സിലായോ? അതുകൊണ്ടാ ചെറിയ തോത് കണ്ടോ? ഈ ഒരു കൺസെപ്റ്റാ മനസ്സിലാക്കേണ്ടത്. 10 കിലോമീറ്ററൊക്കെ ചിലപ്പോൾ 1 സെന്റിമീറ്ററിലേക്ക് നമ്മൾ ഒതുക്കി വരയ്ക്കേണ്ടി വരും. അല്ലെങ്കിൽ 1 സെന്റിമീറ്ററിനകത്ത് 10 കിലോമീറ്ററിന്റെ സവിശേഷത നമ്മൾ ഉൾക്കൊള്ളിക്കേണ്ടി വരും. അപ്പോൾ എന്തുമാത്രം ചെറുതായിട്ട് നമുക്കിത് വരയ്ക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാ ചെറിയ തോത് ഭൂപടം എന്ന് വിളിക്കുന്നത്. ഇപ്പം മനസ്സിലായോ? 2 ധരാതലീയ ഭൂപടങ്ങൾ, കഡസ്ട്രൽ ഭൂപടങ്ങൾ എന്നിവ വലിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ശരിയാണോ? എന്തുകൊണ്ട്? ധരാതലീയ ഭൂപടം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പ്രദേശത്തിന്റെ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതമായ എല്ലാ സവിശേഷതകളും ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ്. 2 കഡസ്ട്രൽ ഭൂപടം എന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ പാടങ്ങൾ, കെട്ടിടങ്ങൾ, ഭൂസ്വത്തുകൾ തുടങ്ങിയ ഒരാളുടെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ സ്വത്തുവകകൾ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്ന ഭൂപടങ്ങളാണ്. അപ്പൊ ഇവിടെ നമുക്ക് കൂടുതൽ അത് വിശദമാക്കി വരയ്ക്കേണ്ടി വരും. ഉദാഹരണത്തിന് നേരത്തെ 10 കിലോമീറ്റർ 1 സെന്റിമീറ്ററിനകത്തല്ലായിരുന്നോ? ചിലപ്പോൾ നമുക്ക് ഒരു 1/2 കിലോമീറ്റർ ആയിരിക്കും 1 സെന്റിമീറ്ററിനകത്തോട്ട് വരയ്ക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ഒരു 1/4 കിലോമീറ്റർ ആയിരിക്കും നമ്മൾ 1 സെന്റിമീറ്ററിനകത്ത് വരയ്ക്കുന്നത്. നേരത്തെ 10 കിലോമീറ്റർ 1 സെന്റിമീറ്ററിൽ, ഇപ്പൊ 1/4 കിലോമീറ്റർ 1 സെന്റിമീറ്ററിൽ, ഒരു സെന്റിമീറ്ററിൽ. മനസ്സിലായോ? 1/4 കിലോമീറ്റർ 1 സെന്റിമീറ്ററിൽ. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ഇത് വിശദമായിട്ട് വലുതാക്കി വരയ്ക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ഭൂപടങ്ങൾ വലിയ തോത് ഭൂപടം കേട്ടോ. വലുതാക്കി വരയ്ക്കുന്നത് വലിയ തോത് ഭൂപടങ്ങൾ. ഇനി 3 എന്തുകൊണ്ടാണ് ഇത് തെറ്റിയെന്ന് നമുക്ക് നോക്കാം. ഇതാണല്ലോ തെറ്റിപ്പോയത്. പാടങ്ങൾ, കെട്ടിടങ്ങൾ തുടങ്ങി ഭൂസ്വത്തുക്കളുടെ അതിരുകൾ, ഉടമസ്ഥാവകാശം എന്നിവ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്ന ഭൂപടങ്ങൾ ധരാതലീയ ഭൂപടങ്ങളല്ല. അവ കഡസ്ട്രൽ ഭൂപടങ്ങളാണ്. അപ്പൊ എന്താണ് ധരാതലീയ ഭൂപടങ്ങൾ? ഒരു പ്രദേശത്തിന്റെ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായിട്ടുള്ള എല്ലാ സവിശേഷതകളും ചിത്രീകരിച്ചാൽ അവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ധരാതലീയ ഭൂപടങ്ങൾ. ക്ലാരിറ്റി കിട്ടിയോ? ക്ലിയർ ആയോ? വ്യക്തമായോ? പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഓക്കെ. 9ാമത്തെ ചോദ്യം. സൗരസ്ഥിര ഉപഗ്രഹങ്ങളെ സംബന്ധിച്ച് റിമോട്ട് സെൻസിംഗിൽ നിന്നൊരു ചോദ്യം, കിടിലൻ ചോദ്യം. സൗരസ്ഥിര ഉപഗ്രഹങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? 1 ഭൂമിയിൽ നിന്ന് ഏകദേശം 900 കിലോമീറ്റർ ഉയരത്തിലാണ് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ, അവയുടെ സഞ്ചാരപഥം. 2 ഭൂസ്ഥിര ഉപഗ്രഹങ്ങളെക്കാൾ കൂടിയ നിരീക്ഷണ പരിധിയാണ് ഇവയ്ക്കുള്ളത്. 3 കൃത്യമായ ഇടവേളകളിൽ പ്രദേശത്തിന്റെ ആവർത്തിച്ചുള്ള വിവരശേഖരണം സാധ്യമാക്കുന്നത് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ വഴിയാണ്. 4 IRS, ലാൻഡ്സാറ്റ് എന്നീ ഉപഗ്രഹങ്ങൾ സൗരസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. കിട്ടിയ ആൻസർ നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് ആൻസർ കണ്ടെത്തിയിട്ട് അപ്പുറത്തോട്ട് പോയാൽ മതി, ആൻസറിലേക്ക് എത്തിയാൽ മതി. ഓക്കെ, ഞാൻ എന്തായാലും ആൻസർ പറയുന്നു. 2 ഭൂസ്ഥിര ഉപഗ്രഹങ്ങളെക്കാൾ കൂടിയ നിരീക്ഷണ പരിധിയാണ് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾക്കുള്ളത്. എന്തുകൊണ്ട് ഇത് തെറ്റിയെന്നും ബാക്കിയുള്ളത് ശരിയായെന്നും പറഞ്ഞു പോകാം. ബാക്കി ഇതാണല്ലോ തെറ്റിപ്പോയത്, അതാണല്ലോ നമ്മുടെ ആൻസർ. തെറ്റായതാ ചോദിച്ചേക്കുന്നത്. എന്തുകൊണ്ട് ശരിയായി നോക്കിക്കേ. 1ാമത്തത്, ഭൂമിയിൽ നിന്ന് ഏകദേശം 900 കിലോമീറ്റർ ഉയരത്തിലാണ് സൗരസ്ഥിര ഉപഗ്രഹങ്ങളുടെ സഞ്ചാരപഥം. ശരിയാണ്. ഭൂമി ഇതാണെങ്കിൽ ധ്രുവങ്ങളിലൂടെയാണ്, ധ്രുവപ്രദേശത്തൂടെയാണ് ഇത് വലം വെക്കുന്നത് ഭൂമിയെ. ധ്രുവപ്രദേശത്തൂടെ വലം വെക്കുന്നു, ധ്രുവങ്ങളിലൂടെ ഇങ്ങനെ വലം വെക്കുന്നു. 900 കിലോമീറ്റർ ആണ് മാക്സിമം അതിന്റെ സഞ്ചാരത്തിന്റെ ഉയരം. ഇനി ഇതെന്തുകൊണ്ട് ശരിയായി? കൃത്യമായ ഇടവേളകളിൽ പ്രദേശത്തിന്റെ ആവർത്തിച്ചുള്ള വിവരശേഖരണം സാധ്യമാക്കുന്നു. കണ്ടോ? ഇത് ഭൂമിയാണെങ്കിൽ ധ്രുവങ്ങളിലൂടെയല്ലേ ഇതിങ്ങനെ വലം വെക്കുന്നത്. അതുകൊണ്ട് ഇവിടെ എത്തിയതിനു ശേഷം ഇവിടെ ഈ പറഞ്ഞ ഉപഗ്രഹം എത്തി, കുറെ നാൾ കഴിയുമ്പോൾ വീണ്ടും കുറച്ച് സമയം കഴിയുമ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ വീണ്ടും ഇവിടെ തന്നെ വരും, വീണ്ടും കുറച്ച് മണിക്കൂർ കഴിയുമ്പോൾ ഇവിടെ തന്നെ വരും അല്ലേ. അതായത് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ വിവരശേഖരണം നടത്താനായിട്ട് സഹായിക്കുന്നു. മനസ്സിലാകാത്തവർ ഒന്നുകൂടെ നോക്കിക്കൊള്ളുക. ഇത് ഭൂമിയാണെന്ന് കരുതിക്കൂ. ഭൂമധ്യരേഖ. ഇത് ഭൂമിയെ ഈ ധ്രുവങ്ങളിലൂടെയാണ് വലം വെക്കുന്നത്. ഇങ്ങനെയാണ് വലം വെക്കുന്നത്. ഇങ്ങനെ കണ്ട, ഇങ്ങനെ വലം വെച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇവിടെ എത്തി, ഉപഗ്രഹം ഇവിടെ എത്തി. കുറച്ച് സമയം കഴിയുമ്പോൾ വീണ്ടും കറങ്ങി ഇവിടെ എത്തത്തില്ലേ? ഇങ്ങനെ കറങ്ങി വീണ്ടും ഇവിടെ തന്നെ എത്തത്തില്ലേ? വീണ്ടും അടുത്ത കുറച്ച് നേരം കഴിയുമ്പോൾ ഇവിടെ തന്നെ എത്തത്തില്ലേ? അപ്പൊ കൃത്യമായ ഒരു ഇടവേള ഇട്ട്, കാരണം ഇതിന്റെ സ്പീഡ് കോൺസ്റ്റന്റ് ആക്കി നമ്മൾ വെക്കും. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു ഇടവേള ഇട്ട് ആവർത്തിച്ച് വിവരശേഖരണം നടത്താനായിട്ട് നമുക്ക് ഇതുകൊണ്ട് സാധിക്കും, സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ കൊണ്ട്. നമ്മൾ സൺ സിങ്ക്രോണസ് സാറ്റലൈറ്റ് എന്നാ വിളിക്കുന്നത്. IRS, ലാൻഡ്സാറ്റ് ഒക്കെയാണ് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണങ്ങൾ. അതും ശരിയാണ് അല്ലെ. മറ്റേതേതാണ്? ഇൻസാറ്റ്. ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണം ഏതാണ്? ഇൻസാറ്റ് ആണ്, ഭൂസ്ഥിരം. ഇതിന് ഓപ്പോസിറ്റ് ആണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ. ഇത് ഭൂമിയാണ് എന്ന് സങ്കല്പിച്ചു.
ഇത് ഭൂമധ്യരേഖ. ഭൂമധ്യരേഖാ പ്രദേശത്തോട് തന്നെ ഇങ്ങനെ ഭൂമിയെ വലം വയ്ക്കുന്നവയാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ. മാത്രമല്ല ഈ ഭൂമിയുടെ ഭ്രമണത്തിന്റെ അതേ വേഗതയാണ്, ഭൂമിയുടെ റൊട്ടേഷന്റെ ആ ഒരു ഭ്രമണത്തിന്റെ അതേ വേഗതയിൽ തന്നെയാണ് ഈ ഉപഗ്രഹത്തിന്റെ റൊട്ടേഷൻ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭൂമിയിലെ ഏതെങ്കിലും ഒരു പ്രദേശത്തെ മാത്രമാണ് ഇത് എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇവർ തമ്മിൽ ഇങ്ങനെ കണക്റ്റഡ് ആയിട്ടാണ് പോകുന്നത്. ഏതെങ്കിലും ഒരു പ്രദേശത്ത് നമ്മൾ ഉപഗ്രഹം കൊണ്ട് സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ജീവിത കാലയളവിലുടനീളം ആ ഒരു പ്രദേശത്തെ മാത്രമാണ്, അതിൻ്റെ മാത്രം ചിത്രീകരണമാണ് ആർക്ക് നടത്താൻ സാധിക്കുന്നത്? ഈ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് നടത്താൻ സാധിക്കുന്നത്. അതായത് ഒരു പ്രദേശത്തിൻ്റെ ആവർത്തിച്ചുള്ള വിവരശേഖരണമല്ല, മറിച്ച് സ്ഥിരമായ വിവരശേഖരണമാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ നടത്തുന്നത്. ഒരു പ്രദേശത്തിൻ്റെ സ്ഥിരമായ വിവരശേഖരണം, ആവർത്തിച്ചുള്ളതല്ല, സ്ഥിരമായ വിവരശേഖരണം നടത്തുന്ന ആരാണ്? ഭൂസ്ഥിര ഉപഗ്രഹങ്ങളാണ്. സൗരസ്ഥിരം എന്തായിരുന്നു പറഞ്ഞത്? സൗരസ്ഥിരം ആവർത്തിച്ചുള്ള വിവരശേഖരണം നടത്തിക്കൊണ്ടിരുന്നത്. അതിൻ്റെ റീസൺ അത് കറങ്ങുന്നത് നമ്മുടെ ധ്രുവ പ്രദേശങ്ങളിലൂടെയാണ്. അതുകൊണ്ട് തന്നെയാണ് അല്ലേ? ഭൂമി കറങ്ങുന്നത് നോക്കിക്കുക, എങ്ങനെയാണ് ഭൂമിയുടെ റൊട്ടേഷൻ വരുന്നത്? എങ്ങനെയാണ്? ആ ഒരു ഭൂമധ്യരേഖാ പ്രതലത്തിലല്ലേ നമ്മൾ അതിൻ്റെ റൊട്ടേഷൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇത് കറങ്ങുന്നത് എങ്ങനെയാണ്? ഇതിങ്ങനെ ധ്രുവ പ്രദേശങ്ങളിലൂടെ. അതുകൊണ്ട് തന്നെ ആവർത്തിച്ചുള്ള വിവരശേഖരണം കിട്ടും. മറ്റേത് സെയിം സ്പീഡ് തന്നെ ആയതുകൊണ്ട്, സെയിം സ്പീഡ് ഇപ്പം നിങ്ങൾ കാണാം, എൻ്റെ കൈ നോക്കിയോ, ഇത് ഭൂമിയാണെങ്കിൽ ഇത് നമ്മുടെ ഭൂസ്ഥിര ഉപഗ്രഹം, സൗരസ്ഥിരമല്ല ഭൂസ്ഥിരം. ഭൂമി കറങ്ങുന്നതിനൊപ്പം തന്നെ ഇതും ഇങ്ങനെ തന്നെ കറങ്ങുന്നു. ഭൂമി കറങ്ങുന്നതിനൊപ്പം തന്നെ ഇത് ഇങ്ങനെ തന്നെ കറങ്ങുന്നു. അതായത് ഒരു പ്രദേശത്തെ മാത്രം ഫേസ് ചെയ്തുകൊണ്ടാണ് ഇത് എപ്പോഴും കറങ്ങുന്നത്. ഇത് നല്ല ഉയരത്തിലായതുകൊണ്ട് 36,000 കിലോമീറ്റർ ഉയരത്തിലാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ. അതുകൊണ്ട് അതിന് നിരീക്ഷണ പരിധി കൂടുതലായിരിക്കും, കൂടുതൽ സ്ഥലങ്ങൾ ഇതിന് കാണാം. എന്നാൽ നമ്മളിപ്പോൾ പറഞ്ഞ ഈ നമ്മുടെ ചോദ്യത്തിനകത്തുള്ള സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ നോക്കിക്കേ, അത് 900 കിലോമീറ്റർ മാത്രം ഉയരത്തിലുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ നിരീക്ഷണ പരിധി കുറവാ. ഇപ്പം നമ്മൾ നല്ല ഹൈറ്റിലേക്ക് കയറിയാലല്ലേ നമുക്ക് ഇപ്പം ഒരു 25 നില കെട്ടിടം അല്ലെങ്കിൽ ഒരു 10 നില കെട്ടിടത്തിൻ്റെ 10ാം നില കയറിയാലല്ലേ കൂടുതൽ നിരീക്ഷണ പരിധി നമുക്ക് കിട്ടത്തുള്ളൂ. 2ാം നില നിന്ന് അത്രയും കിട്ടുമോ? ഇല്ല. അതുകൊണ്ട് ഉയരം കൂടുന്നതനുസരിച്ച് നിരീക്ഷണ പരിധി കൂടും. അതുകൊണ്ടാണ് ഈ 2ാമത്തെ പ്രസ്ഥാനം തെറ്റിപ്പോയത്. ഭൂസ്ഥിര ഉപഗ്രഹങ്ങളെക്കാൾ കൂടിയ നിരീക്ഷണ പരിധി സൗരസ്ഥിരത്തിനുണ്ടെന്ന് പറയുന്നത് തെറ്റാ. കാരണം സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ 900 കിലോമീറ്റർ ഉയരത്തിലാണ്, ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ 36,000 കിലോമീറ്റർ ഉയരത്തിലാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഞാൻ ഏകദേശമൊക്കെ പറഞ്ഞു. ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ കോൺസ്റ്റന്റ് ആണ്, ഫേസ് ചെയ്യുന്ന പ്രദേശം കോൺസ്റ്റന്റ് ആണ്, മാറത്തില്ല. സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ ആവർത്തിച്ച് വരും, ഫേസ് ചെയ്യുന്ന പ്രദേശങ്ങൾ അല്ലെങ്കിൽ വിവരശേഖരണം നടത്തുന്ന സ്ഥലങ്ങൾ കൃത്യമായ ഇടവേളകളിൽ ആവർത്തിച്ച് വരും. മനസ്സിലായോ? ഇനി ഇതിന്റെ വേഗത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭൂസ്ഥിരത്തിന്റെ വേഗത എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ അതേ വേഗതയാണ്. അതായത് 24 മണിക്കൂർ കൊണ്ടാണ് ഇത് ഒരു ഭ്രമണം പൂർത്തിയാക്കുന്നത് ഭൂസ്ഥിര ഉപഗ്രഹം. എന്നാൽ സൗരസ്ഥിരത്തിൻ്റെത് 2 മണിക്കൂർ കൊണ്ട്, കൂടിപ്പോയി കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് 90 മിനിറ്റ് കൊണ്ട്, മാക്സിമം 2 മണിക്കൂർ, അതായത് 120 മിനിറ്റ് കൊണ്ട് അതിൻ്റെ ഒരു റൊട്ടേഷൻ അല്ലെങ്കിൽ ഒരു കറക്കം അത് പൂർത്തിയാക്കും. ഇതിൻ്റെ ഒരു കറക്കം അത് പൂർത്തിയാക്കും, ആവർത്തിച്ചുള്ള വിവരശേഖരണം. ഇനി എക്സാമ്പിൾ പറഞ്ഞാൽ സൗരസ്ഥിരത്തിൻ്റെ എക്സാമ്പിൾ ഇത് IRS-ഉം ലാൻഡ്സാറ്റും ഒക്കെയാണ് എക്സാമ്പിൾ. ഭൂസ്ഥിരത്തിൻ്റെ എക്സാമ്പിൾ എന്താ പറയേണ്ടത്? ഇൻസാറ്റ് ആണ് പറയേണ്ടത്. ഏതാ പറയേണ്ടത്? ഇൻസാറ്റ്. അപ്പോൾ കുറച്ച് എക്സ്പ്ലനേഷനോടെ തന്നിട്ടുണ്ട്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു പറഞ്ഞ കാര്യങ്ങൾ. 10ാമത്തെ ചോദ്യം, സമുദ്രങ്ങളെ പറ്റിയുള്ള ചോദ്യം. ലോകത്തിലെ കടലിനടിയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ പർവ്വതനിരയാണ് മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ്. അത് സ്ഥിതി ചെയ്യുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. 2 ഇംഗ്ലീഷ് ചാനൽ അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. 3 ലോകത്തിലെ ഏറ്റവും വലിയ ഫിഷിംഗ് ഗ്രൗണ്ട് എന്നറിയപ്പെടുന്ന ഗ്രാൻഡ് ബാങ്ക് സ്ഥിതി ചെയ്യുന്നത് പസഫിക്കിലാണ്. 4 ലോകത്തിലെ ഏറ്റവും വീതി കുറഞ്ഞ കടലിടുക്ക് ബോസ്ഫറസ് കടലിടുക്കാണ്. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ കിട്ടിയോ നിങ്ങൾക്ക്? തെറ്റായ പ്രസ്താവന ആൻസർ കിട്ടിയോ? യെസ്, ആൻസർ തെറ്റായത് തന്നെ 3ാമത്തെ പ്രസ്താവനയാണ്. എന്തുകൊണ്ട് തെറ്റിയെന്ന് നോക്കാം ആദ്യം. ലോകത്തിലെ ഏറ്റവും വലിയ ഫിഷിംഗ് ഗ്രൗണ്ട് എന്നറിയപ്പെടുന്നത് ഗ്രാൻഡ് ബാങ്ക്. ഇവിടം വരെ ശരിയാ. ഇത് സ്ഥിതി ചെയ്യുന്നത് പസഫിക്കിലല്ല, അറ്റ്ലാന്റിക്കിലാണ്. എവിടെ സ്ഥിതി ചെയ്യുന്നു? അറ്റ്ലാന്റിക്. അതാണ് തെറ്റിയത്. ബാക്കിയൊക്കെ ശരിയായത് എങ്ങനെയാണെന്ന് നോക്കാം. ലോകത്തിലെ കടലിനടിയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ പർവ്വതനിരയാണ് മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ്. ഇത് സ്ഥിതി ചെയ്യുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. ശരിയാണ്. ലോകത്തിലെ കടലിനടിയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ പർവ്വതനിരയാണ് മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ്. സൗത്ത് അമേരിക്കൻ ഫലകത്തിൻ്റെയും ആഫ്രിക്കൻ ഫലകത്തിൻ്റെയും വിയോജനമാണ് മിഡ് അറ്റ്ലാന്റിക് റിഡ്ജിൻ്റെ രൂപീകരണത്തിന് കാരണമായത്. നമ്മൾ 10ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ അത് 9ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ അത് എടുത്ത് പറയുന്നുണ്ട്. ഇതേപോലെ തന്നെ നോർത്ത് അമേരിക്കൻ ഫലകവും യുറേഷ്യൻ ഫലകവും ഡൈവേർജ് ചെയ്തതും മിഡ് അറ്റ്ലാന്റിക് റിഡ്ജിൻ്റെ രൂപീകരണത്തിന് കാരണമായെന്ന് +1 പുസ്തകം എടുത്ത് പറയുന്നു. അപ്പം +1 പുസ്തകത്തിൽ നോർത്ത് അമേരിക്ക, യുറേഷ്യ എന്നീ ഫലകവും സൗത്ത് അമേരിക്ക, ആഫ്രിക്ക എന്നീ ഫലകവും വിയോജിച്ചതിൻ്റെ ഫലമായിട്ടാണ് മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ്, 14,000 കിലോമീറ്റർ നീളമുള്ള മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് കടലിനടിയിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഉണ്ടായത് എന്ന് പറയുന്നുണ്ട്. 10ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ സൗത്ത് അമേരിക്കൻ ഫലകവും ആഫ്രിക്കൻ ഫലകവും വിയോജിച്ച് എന്ന് മാത്രമേ എടുത്തു പറയുന്നുള്ളൂ.
അല്ലേ? ഇതാണ് ഇത് 4ഉം വിയോജിച്ചപ്പോഴാണ് ശരിക്കും ഇതുണ്ടായത്. പക്ഷേ പുസ്തകത്തിൽ ഈ മുകളിലത്തത് നോർത്ത് അമേരിക്ക, യുറേഷ്യ മിസ്സിംഗ് ആണ്. കേട്ടോ? അത് +1 പുസ്തകത്തിൽ അത് പറയുന്നുമുണ്ട്. പഠിച്ചില്ലേ? എന്തുകൊണ്ടാണ് മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് ഉണ്ടായതെന്ന് പറഞ്ഞില്ലേ? ഒരു വിയോജന സീമയിലാണ് മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് സ്ഥിതി ചെയ്യുന്നത്. സൗത്ത് അമേരിക്ക, ആഫ്രിക്ക അല്ലെങ്കിൽ നോർത്ത് അമേരിക്ക, യുറേഷ്യ അങ്ങനെ പറയണം. ഇംഗ്ലീഷ് ചാനൽ അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു കടലാണ് ഏത്? ഇംഗ്ലീഷ് ചാനൽ അല്ലേ? UK, ഫ്രാൻസിന്റെ ഇടയിലായിട്ടൊക്കെ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കടൽ ഭാഗമാണ് ഏത്? ഇംഗ്ലീഷ് ചാനൽ. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ പോർഷനാണ്. ലോകത്തിലെ ഏറ്റവും വീതി കുറഞ്ഞ കടലിടുക്കാണ് ബോസ്ഫറസ് കടലിടുക്ക്. ഇതൊരു ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് ഒരു ചോദിച്ചതാണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും വീതി കുറഞ്ഞ കടലിടുക്കാണ് ബോസ്ഫറസ് കടലിടുക്ക്. അപ്പോൾ ബോസ്ഫറസ് കടലിടുക്ക് ലോകത്തിലെ ഏറ്റവും വീതി കുറഞ്ഞ സ്ട്രെയിറ്റ്. കടലിടുക്ക് എന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് എന്നാണ് കേട്ടോ. സ്ട്രെയിറ്റ് 2 കരഭാഗങ്ങളെ വേർതിരിക്കുന്നതും 2 ജലാശയങ്ങളെ ബന്ധിപ്പിക്കുന്നതുമായിട്ടുള്ള പ്രദേശങ്ങൾ, ജലാശയങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഈ പറഞ്ഞ കടലിടുക്ക് എന്ന് വിളിക്കുന്നത് കേട്ടോ. കരിങ്കടലിനെ, ബ്ലാക്ക് സീനെ സീ ഓഫ് മർമറയിലേക്കാണ് ഇത് കണക്ട് ചെയ്യുന്നത്. സീ ഓഫ് മർമറയിലേക്ക് കണക്ട് ചെയ്യുന്നതാണ് ഇത് ബോസ്ഫറസ് കടലിടുക്ക്. അപ്പോൾ എല്ലാവർക്കും 10 ചോദ്യങ്ങൾ നമ്മൾ വേൾഡ് ജോഗ്രഫിയിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങളിൽ എത്രയെണ്ണം ശരിയായി എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. പുതുതായിട്ട് കുറച്ച് അറിവുകൾ നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ കുറേയധികം എക്സ്ട്രാ പോയിന്റ്സ് കൂടെ, അനുബന്ധ വിവരങ്ങൾ കൂടി പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്കിനി അടുത്തത് ഇന്ത്യൻ ജോഗ്രഫിയുടെ 10 ചോദ്യങ്ങളാണ് നോക്കാനുള്ളത്. അപ്പോൾ ഇന്ത്യൻ ജോഗ്രഫി എന്നുള്ള 10 ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ വേൾഡ് ജോഗ്രഫിക്ക് കുറച്ച് സമയം എടുത്തു, അതുകൊണ്ട് ഇവിടെ നമ്മൾ കുറച്ച് വേഗത്തിൽ പോവും. ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്ന് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള മേഖലകൾ ഭൂപ്രകൃതി, നദികൾ, കൃഷി, അതേപോലെ തന്നെ ജലഗതാഗതം, പിന്നെ വരാൻ നമ്മുടെ സ്റ്റീൽ ഇൻഡസ്ട്രീസ് ഒക്കെ ഇല്ലേ? റൂർക്കല, ഭിലായ്, ബൊക്കാറോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ജോഗ്രഫിയിൽ നിന്ന് പ്രധാനമായിട്ടും, ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്ന് പ്രധാനമായിട്ടും LDC പരീക്ഷകൾക്കൊക്കെ ആവർത്തിക്കപ്പെടുന്നത്. അതിൽ ഭൂപ്രകൃതിയിലെ ഹിമാലയവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക് ആദ്യം പോവുകയാണ്. തെറ്റായ പ്രസ്താവന കണ്ടുപിടിച്ചാൽ മതി. ഇന്ത്യൻ ഫലകം യുറേഷ്യൻ ഫലകവുമായി കൂടിച്ചേർന്നാണ് ഹിമാലയം രൂപപ്പെട്ടത്. ഹിമാലയം ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ വടക്ക് പർവ്വത നിരയാണ്. ഹിമാലയത്തിന് വടക്ക് ടിബറ്റൻ പീഠഭൂമി കാണപ്പെടുന്നു. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ ഫലകം ഭൂമധ്യരേഖയ്ക്ക് തെക്ക് സ്ഥിതി ചെയ്തിരുന്നു. ഇതിൽ ഏതാണ് തെറ്റായ പ്രസ്താവന എന്ന് കണ്ടെത്തുക. കിട്ടുന്നുണ്ടോ ഉത്തരം? യെസ്, ആൻസർ ഓപ്ഷൻ ബി ആണ്. നോക്കിയേ, ഹിമാലയം ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ വടക്ക് പർവ്വതനിരയാണ്. എന്തുകൊണ്ട് തെറ്റിയെന്ന് നമ്മൾ കണ്ടെത്തണമല്ലോ. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ വടക്ക് പർവ്വതനിര, ഭൂമിയിലെ ഏറ്റവും നീളം കൂടിയ വടക്ക് പർവ്വതനിരയായിട്ട് അറിയപ്പെടുന്നത് തെക്കേ അമേരിക്കയിൽ പടിഞ്ഞാറ് വശത്ത് പസഫിക്കിന് സമാന്തരമായിട്ടുള്ള ആൻഡീസ് ആണ്. മനസ്സിലായോ? തെറ്റിയത് എന്തുകൊണ്ടാണ് മനസ്സിലായില്ലേ? ബാക്കിയൊക്കെ ശരിയായ പ്രസ്താവന തന്നെ. നോക്കുക, ഇന്ത്യൻ ഫലകം യുറേഷ്യൻ ഫലകവുമായി കൂട്ടിയിടിച്ച് ഹിമാലയം രൂപപ്പെട്ടു. ശരിയാണ്, അറിയാം നമുക്ക്. അതുകൊണ്ട് ഇതൊരു മടക്ക് പർവ്വതമാണ്. 2 ഫലകങ്ങൾ കൂട്ടിയിടിച്ച്, ഇന്ത്യൻ ഫലകവും അതുപോലെ തന്നെ യൂറേഷ്യൻ ഫലകവും തമ്മിൽ കൂട്ടിയിടിച്ചപ്പോൾ ആ ഫലക അതിരുകളിലായിട്ട് മടങ്ങി രൂപപ്പെട്ട പർവ്വതനിരയാണ് ഹിമാലയം. ഹിമാലയത്തിന് വടക്ക് ടിബറ്റൻ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നു. ശരിയാണല്ലോ. ഹിമാലയ പർവ്വതനിരയുടെ വടക്ക് ദിശയിലായി, ഇതിൻ്റെ ഇവിടെയായി ടിബറ്റൻ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നു. ഹിമാലയ പർവ്വതനിരയുടെ ഹിമാലയത്തിൻ്റെ തെക്ക് ദിശയിലായി ഉത്തര മഹാസമതലം സ്ഥിതി ചെയ്യുന്നു. ശരിയാണ് അല്ലേ? ഹിമാലയത്തിന് വടക്ക് ടിബറ്റൻ പീഠഭൂമിയും ഹിമാലയത്തിന് തെക്ക് ഹിമാലയൻ നദികൾ ഇങ്ങനെ ഒഴുകി വന്ന് ഹിമാലയത്തിന് തെക്ക് രൂപപ്പെടുത്തി എടുത്തവയാണ് ഉത്തര മഹാസമതലം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ഇവിടെയും ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചേക്കുന്നത്. ഇന്ത്യയിലെ ശീത മരുഭൂമി എന്ന് ജമ്മു അറിയപ്പെടുന്നു. ഹിമാലയത്തിലെ പ്രസിദ്ധമായ ഡൂണുകൾ സസ്കർ നിരകളിൽ കാണപ്പെടുന്നു. ഇന്ത്യയിലെ ഏറ്റവും തണുപ്പ് കൂടിയ ജനവാസ മേഖല കാർഗിലാണ്. മസൂറി, ധർമ്മശാല, ഷിംല എന്നീ സുഖവാസ കേന്ദ്രങ്ങൾ ഹിമാലയത്തിൽ ഹിമാചൽ നിരയിൽ സ്ഥിതി ചെയ്യുന്നു. ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവന? ഒരെണ്ണേ ഉള്ളൂ. 3 തെറ്റാണ്, 1 ശരിയാണ് കേട്ടോ. അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ആൻസർ കിട്ടിയോ? ആർക്കെങ്കിലും കിട്ടിയോ? യെസ്, ആൻസർ ഡി ആണ്. മസൂറി, ധർമ്മശാല, ഷിംല എന്നീ സുഖവാസ കേന്ദ്രങ്ങൾ ഹിമാചൽ നിരയിൽ സ്ഥിതി ചെയ്യുന്നത്. ഹിമാലയത്തിന്റെ 3 നിരകളിൽ 6000 മീറ്റർ ശരാശരി ഉയരമുള്ള ഹിമാദ്രിയാണ് ഉയരമുള്ള കൊടുമുടികളുടെ പ്രധാനപ്പെട്ട പ്രദേശം. ഹിമാലയത്തിലെ 2ാമത്തെ നിരയായ ഹിമാചൽ നിരയാണ് സുഖവാസ കേന്ദ്രങ്ങളുടെ നിര എന്നറിയപ്പെടുന്നത്. ഹിമാചൽ പ്രദേശിൽ ഷിംല, ഉത്തരാഖണ്ഡിൽ മസൂറി, നൈനിറ്റാൾ, വെസ്റ്റ് ബംഗാളിൽ ഡാർജിലിംഗ് എന്നീ പ്രധാനപ്പെട്ട 3 സുഖവാസ കേന്ദ്രങ്ങൾ ഇവിടെ വരുന്നു. വെസ്റ്റ് ബംഗാളിൽ ഡാർജിലിംഗ്, ഹിമാചൽ പ്രദേശിലാണെങ്കിൽ ഷിംല വരുന്നുണ്ട്, ഡൽഹൌസി വരുന്നുണ്ട്, ധർമ്മശാല വരുന്നുണ്ട്. അങ്ങനെ കുറേ എണ്ണം ഹിമാചൽ പ്രദേശ്. നൈനിറ്റാൾ, മസൂറി തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങൾ ഉത്തരാഖണ്ഡിൽ വരുന്നുണ്ട്. ക്ലിയർ?
സോ അത് 3. ഇനി മൂന്നാമത്തെ നിരയാണ് നമ്മുടെ ശിവാലിക്. ഹിമാചൽ കഴിഞ്ഞാൽ താഴെ 1220 മീറ്റർ ഉയരമുള്ള ശിവാലിക്. ഇവിടെയാണ് തൂണുകൾ കാണപ്പെടുന്നത്. തട്ടായ കൃഷിരീതി അവലംബിക്കുന്നത്. ഇതെല്ലാം ഈ പറഞ്ഞ ശിവാലിക് എന്നറിയപ്പെടുന്ന മൂന്നാമത്തെ നിരയാണ്. 1220 മീറ്റർ ഉയരം. ഔട്ടർ ഹിമാലയം എന്നറിയപ്പെടുന്നു. ഹിമാചൽ നിര 3000 മീറ്റർ ഉയരം. ലെസർ ഹിമാലയം എന്നറിയപ്പെടുന്നു. ഹിമാദ്രി നിര 6000 മീറ്റർ ഉയരം. ഗ്രേറ്റർ ഹിമാലയം എന്നറിയപ്പെടുന്നു, അല്ലെങ്കിൽ ഗ്രേറ്റ് ഹിമാലയം എന്നറിയപ്പെടുന്നു. അപ്പോൾ ഇന്ത്യയിലെ ശീതമരുഭൂമി, ഇത് എന്തുകൊണ്ട് തെറ്റിപ്പോയി ബാക്കിയൊക്കെ? ഇന്ത്യയിലെ ശീതമരുഭൂമി എന്ന് ജമ്മു അറിയപ്പെടുന്നു. തെറ്റ്. ഇന്ത്യയിലെ ശീതമരുഭൂമി എന്നറിയപ്പെടുന്നത് ലഡാക്കാണ്. പഠിച്ചോണം. ശീതമരുഭൂമി എന്നറിയപ്പെടുന്നത് ലഡാക്ക്. ലഡാക്ക് ഓപ്ഷൻ ഇല്ലെങ്കിൽ ലേ കാണും. ഹിമാലയത്തിലെ പ്രസിദ്ധമായ ഡൂണുകൾ സസ്കർ നിരയിൽ സ്ഥിതി ചെയ്യുന്നു. തെറ്റ്. ഞാൻ ഇപ്പം അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. ഡൂണുകൾ കാണപ്പെടുന്നത് ശിവാലിക്കിലാണ്, സസ്കറിലല്ല. ഇന്ത്യയിലെ ഏറ്റവും തണുപ്പ് കൂടിയ ജനവാസ കേന്ദ്രം കാർഗിലാണ്. തെറ്റ്. ഇന്ത്യയിലെ ഏറ്റവും തണുപ്പ് കൂടിയ ജനവാസ കേന്ദ്രം ദ്രാസ് ആണ്. ദ്രാസ് താഴ്വര കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും തണുപ്പ് കൂടിയ ജനവാസ കേന്ദ്രം ദ്രാസ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും ചൂട് കൂടിയ പ്രദേശം ചോദിച്ചാൽ ജയ്സാൽമീർ ആണ്. ഉഷ്ണകാലത്ത് ഏറ്റവും ചൂട് കൂടുതൽ ഉള്ള സ്ഥലം ബാമറാണ്. ഉഷ്ണകാലത്ത് എടുത്തു ചോദിച്ചാൽ ബാമർ, ഏറ്റവും ചൂട് കൂടിയ സ്ഥലം ചോദിച്ചാൽ ജയ്സാൽമീർ, ഏറ്റവും തണുപ്പ് കൂടിയ സ്ഥലം ചോദിച്ചാൽ ദ്രാസ്. ഓക്കെ, 2 ചോദ്യങ്ങൾ കഴിഞ്ഞ് മൂന്നാമത്തെ ചോദ്യം. ഉത്തര മഹാസമുദ്രത്തെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ശരിയാണേ. അപ്പോൾ കുറച്ചധികം 1-2 എണ്ണം ചിലപ്പം, അല്ലെങ്കിൽ മൊത്തം ശരിയാണ്. നോക്കാം. ഏകദേശം 7 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലും കിലോമീറ്ററോളം കനത്തിലും അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ടാണ് ഉത്തര മഹാസമുദ്രം രൂപപ്പെട്ടത്. അപ്പോൾ ഇതാണ് ഇവിടെ ശരിയാണോ എന്ന് നോക്കേണ്ടത്. 7 ലക്ഷമാണോ എന്നുള്ളത്. ഉത്തര മഹാസമുദ്രം ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക മേഖലയാണ്. അതിൻ്റെ ഈ ഒരു പോയിന്റ് ഇവിടെ ശരിയാണോ എന്ന് നോക്കണം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക മേഖല എന്നുള്ളത്. ഉത്തര മഹാസമുദ്രത്തിലുള്ള ഇത് അണ്ടർലൈൻ ചെയ്യണം. വെള്ളക്കെട്ടുള്ള ചതുപ്പ് നിലം എന്താണ്? ടെറായി ആണോ എന്ന് പരിശോധിക്കണം. ഇത് 3 പരിശോധിച്ചാൽ നമ്മുടെ ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ നമുക്ക് കിട്ടും. ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? യെസ്, ശരിയായ പ്രസ്താവന 3 ശരിയാണ്. ഓപ്ഷൻ എ ആണ്. 3 ശരിയാണ്. ഏകദേശം 7 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ, ഈ ഒരു പോയിന്റ് ശരിയാണ്. ഉത്തര മഹാസമുദ്രത്തിന്റെ വിസ്തൃതി 7 ലക്ഷമാണ്. ഉപദ്വീപ പീഠഭൂമിയുടേത് 15 ലക്ഷമാണ്. 15 ലക്ഷം. ഉത്തരപർവ്വത മേഖലയുടേത് 5 ലക്ഷമാണ്. ഇനി ഉത്തര മഹാസമുദ്രത്തിലെ ഉത്തര മഹാസമുദ്രം ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക മേഖലയാണ്. ശരിയാണ്. കാരണം ആകെയുള്ള എക്കൽ മണ്ണിന്റെ 40% ഉത്തര മഹാസമുദ്രത്തിലുണ്ട്. ഇന്ത്യയിലെ ആകെയുള്ള എക്കൽ മണ്ണിന്റെ 40%. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള കൃഷി മേഖലകൾക്കും ഇത് പ്രയോജനം, അല്ലെങ്കിൽ അത് ധാന്യങ്ങളൊക്കെ കൃഷി ചെയ്യാൻ പറ്റുന്ന നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേഖലയാണ്. അതുകൊണ്ട് ഇന്ത്യയുടെ കാർഷിക മേഖല എന്നതിനെ വിളിക്കുന്നു. ഉത്തര മഹാസമുദ്രത്തിലെ വെള്ളക്കെട്ടുള്ള ചതുപ്പ് നിലങ്ങളെ വിളിക്കുന്നത് ടെറായി എന്നാണ്. ഒരു സംശയമില്ല. ടെറായി ചതുപ്പ് നിലങ്ങൾ, പ്രത്യേകിച്ച് വെള്ളക്കെട്ടുള്ള ചതുപ്പ് നിലങ്ങൾ സമുദ്രത്തിൽ ടെറായി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കേട്ടോ. വെള്ളക്കെട്ടുള്ള ചതുപ്പ് നിലങ്ങൾ ടെറായി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ശരി, 3 ശരിയായില്ലേ? ഇവിടെ പുതിയ എക്കലിനെ ഖാദർ എന്നും പഴയ എക്കലിനെ ഭങ്കർ എന്നും വിളിക്കും കേട്ടോ. അതുകൂടെ പഠിച്ചോണം. പുതിയ എക്കൽ ഖാദർ എന്നും പഴയ എക്കൽ ഭങ്കർ എന്നും ഇവിടെ അറിയപ്പെടുന്നുണ്ട്. 4ാമത്തെ ചോദ്യം. ആരവല്ലിക്കും വിന്ധ്യയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏത് എന്ന് ചോദിക്കുന്നു. മൊത്തം ഉപദ്വീപ പീഠഭൂമി ഒന്ന് പരിചയപ്പെടാം. ഉപദ്വീപ പീഠഭൂമി ഓക്കെ, നോക്കിക്കോണം. ഉപദ്വീപ പീഠഭൂമി ഇവിടെ ആരവല്ലി വരുന്നുണ്ട്. ഉപദ്വീപ പീഠഭൂമിയുടെ പടിഞ്ഞാറ് വശത്ത് രാജസ്ഥാനിൽ. ഇനി ഗുജറാത്തിൽ നിന്ന് താഴോട്ട് കന്യാകുമാരി വരെ പശ്ചിമഘട്ടം വരുന്നുണ്ട്. മഹാനദി, ഒഡീഷയുടെ മഹാനദിയിൽ നിന്ന് താഴോട്ട് പൂർവ്വഘട്ടം വരുന്നുണ്ട്. മധ്യഭാഗത്തായിട്ട് വിന്ധ്യയും സത്പുരയും വരുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇവിടെ ആരവല്ലിക്കും വിന്ധ്യയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു പീഠഭൂമി കണ്ടോ? ഇത് കണ്ടോ? ഇതാണ് ആരവല്ലിക്കും വിന്ധ്യയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു പീഠഭൂമിയാണ് മാൾവ പീഠഭൂമി. പശ്ചിമഘട്ടത്തിനും പൂർവ്വഘട്ടത്തിനും സത്പുരയ്ക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഈ ഒരു പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. മാൾവ പീഠഭൂമിയുടെ കിഴക്ക് വശത്തായിട്ട് ജാർഖണ്ഡിലെ രാജ്മഹൽ കുന്നുകൾ അതിരായി വരുന്ന ഇന്ത്യയിലെ 5ഓളം സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ ഒരു പീഠഭൂമിയാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. അപ്പോൾ കൃത്യമായിട്ട് വിന്ധ്യാനിരകൾക്കും ആരവല്ലി നിരകൾക്കും ഇടയിൽ വരുന്നത് മാൾവ, സത്പുര, പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം എന്നിവയ്ക്ക് ഇടയിൽ വരുന്നത് ഡെക്കാൻ. സോ ഈ ചോദ്യത്തിൻ്റെ ആൻസർ നിങ്ങൾക്ക് ഈ ഒരു പടത്തിൽ നിന്ന് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഏതാണ് ആൻസർ? ആരവല്ലിക്കും വിന്ധ്യയ്ക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ചോദിച്ചാൽ ഏത് പറഞ്ഞോണം? മാൾവ പീഠഭൂമി. ഛോട്ടാ നാഗ്പൂർ എവിടെയാണെന്ന് കണ്ടില്ലേ? മാൾവ പീഠഭൂമിയുടെ കിഴക്ക്, അല്ലെങ്കിൽ മധ്യമേടുകളുടെ കിഴക്കാണ് ഛോട്ടാ നാഗ്പൂർ. ഡെക്കാൻ എവിടെയാണെന്ന് കണ്ടില്ലേ? സത്പുര, പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം എന്നീ മലനിരകൾക്കിടയിലായിട്ട് ഡെക്കാൻ. ബുന്ദേൽഖണ്ഡ് എവിടെയാണ്? മാൾവ പീഠഭൂമിയുടെ കിഴക്കോട്ടുള്ള
എക്സ്റ്റൻഷനാണ് ബുന്ദേൽഖണ്ഡും ബാഗേൽഖണ്ഡും കേട്ടോ. ബാഗേൽഖണ്ഡിന് താഴെയായിട്ട് വിന്ധ്യാനിരകളുടെ ആ ഒരു സമീപത്തായിട്ട് ബുന്ദേൽഖണ്ഡ് വരുന്നു. ക്ലിയർ അല്ലേ? അപ്പോൾ നാലാമത്തെ ചോദ്യം കിട്ടിയെന്ന് വിചാരിക്കുന്നു. എളുപ്പമാണ്, തീരുവാണ്. അഞ്ചാമത്തെ ചോദ്യം, 10 ചോദ്യമേ ഉള്ളൂ. ഗംഗാ നദി ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന ഏത് പേരിലാണ്? സാങ്പോ, ജമുന, പത്മ, യമുന. ആൻസർ ഓൾറെഡി ഇതിനകത്ത് ഉണ്ട്. ഗംഗാ നദി ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേര് പത്മ എന്നാണ്. ഗംഗാ നദി ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേര് പത്മ. അവിടെ കീർത്തി നാശിനി എന്നും നദി അറിയപ്പെടുന്നുണ്ട് കേട്ടോ. കീർത്തി നാശിനി എന്നും നദി അറിയപ്പെടുന്നുണ്ട്. ബ്രഹ്മപുത്ര ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേരാണ് ജമുന. ജമുനയും പത്മയും ബംഗ്ലാദേശിൽ വെച്ച് കൂടിച്ചേരുമ്പോഴാണ് മേഘന എന്ന് പറയുന്ന നദി ഫോം ചെയ്യപ്പെടുന്നത്. മേഘന. ലാസ്റ്റ് ഈ മേഘന ബേ ഓഫ് ബംഗാളിൽ ചെന്ന് പതിക്കുന്നിടത്താണ് സുന്ദർബൻസ് ഡെൽറ്റയുടെ ഫോർമേഷൻ ഉള്ളത്. ഇതിൻ്റെ സുന്ദർബൻസ് ഡെൽറ്റ ഫോം ചെയ്യപ്പെടുന്നത് അവസാനമായിട്ട് അത് ബേ ഓഫ് ബംഗാളിൽ ചെന്ന് പതിക്കുന്ന ഭാഗത്താണ്. ആറാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ബ്രഹ്മപുത്ര നദിയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ബ്രഹ്മപുത്ര അരുണാചൽ പ്രദേശിൽ സിയാങ് അഥവാ ദിഹാങ് എന്നറിയപ്പെടുന്നു. ശരിയാണോ നോക്കണം. ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് സുബൻസിരി. നോക്കണം. ബ്രഹ്മപുത്രയുടെ പ്രധാന പോഷക നദിയാണ് ഇന്ത്യയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന കോസി. ഇതിനകത്ത് ഏതെല്ലാമാണ് ശരിയായ പ്രസ്താവനകളെന്ന് നമ്മൾ പരിശോധിക്കണം. കിട്ടിയ ഉത്തരം യെസ്. ശരിയായ പ്രസ്താവനകൾ എന്ന് പറയുന്നത് 1ഉം 2ഉമാണ്. എന്തുകൊണ്ട് 3 തെറ്റിയെന്ന് നോക്കിക്കുക. ആദ്യം അത് നോക്കാം. ബ്രഹ്മപുത്രയുടെ പ്രധാന പോഷക നദിയാണ് ഇന്ത്യയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന കോസി. തെറ്റ്. കോസി ഗംഗയുടെ പോഷക നദിയാണ്. രാംഗംഗ, ഗോമതി, ഗണ്ഡകി, ഗാഗ്ര, കോസി, സോണ്, മഹാനന്ദ തുടങ്ങിയവ ഗംഗയുടെ പോഷക നദികളാണ്. രാംഗംഗ, ഗോമതി, ഗണ്ഡകി, ഗാഗ്ര, പിന്നെ കോസി, മഹാനന്ദ തുടങ്ങിയ നദികൾ ഗംഗയുടെ പോഷക നദികളാണ്. ബ്രഹ്മപുത്രയുടെ പോഷക നദി സുബാൻസിരി, ധൻസിരി, കാമങ്, ലോഹിത്, ദിബാങ്, ടീസ്റ്റ അങ്ങനെ തുടങ്ങുന്ന ബുർഹി, ദിഹിങ് തുടങ്ങിയ ധാരാളം നദികൾ ബ്രഹ്മപുത്രയ്ക്ക് പോഷക നദികളായിട്ട് വരുന്നു. ഒന്നാമത്തെ പ്രസ്ഥാനം ശരിയാണല്ലോ. ബ്രഹ്മപുത്ര അരുണാചൽ പ്രദേശിൽ സിയാങ് എന്നോ ദിഹാങ് എന്നോ അറിയപ്പെടുന്നുണ്ട്. ദിബാങ് ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ്. ദിഹാങ് ബ്രഹ്മപുത്രയുടെ തന്നെ അരുണാചൽ പ്രദേശിലെ പേരാണ് കേട്ടോ. ദിഹാങ് അല്ലെങ്കിൽ എന്ത് വിളിക്കുന്നു? സിയാങ് എന്ന് വിളിക്കുന്നു. ഈ ദിഹാങ് അല്ലെങ്കിൽ സിയാങ്ങിലേക്ക് ലോഹിത്തും ദിബാങ്ങും കൂടി ചേരുമ്പോഴാണ് ബ്രഹ്മപുത്ര എന്നുള്ള പേര് നദിക്ക് കിട്ടുന്നത്. അപ്പം സിയാങ് എന്ന പേരിൽ ഒഴുകിയിരുന്ന നദിയിലേക്ക് ലോഹിത്തും ദിബാങ്ങും കൂടെ കൂടിച്ചേർന്ന് കഴിയുമ്പോഴാണ് അത് ബ്രഹ്മപുത്രയായി മാറുന്നത്. ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദി സുബൻ സിരിയാണ്. ഒരു സംശയവും വേണ്ട. ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദി എന്ന് പറയുന്നത് ഏതാണ്? സുബൻ സിരിയാണ്. ഏഴാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഗോദാവരിയെ സംബന്ധിച്ച് ശരിയായത് ഏത്? ശരി, ഗോദാവരിയെ സംബന്ധിച്ച് ശരിയായത് ഏത്? 1, പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. 1465 കിലോമീറ്റർ ഒഴുകുന്ന ഗോദാവരി ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിൽ ത്രയംബകേശ്വർ എന്നറിയപ്പെടുന്ന കുന്നുകളിൽ നിന്നാണ്. ത്രയംബകേശ്വർ നാസിക്കിനടുത്ത്. അവിടെ നിന്ന് കിഴക്ക് ദിശയിലേക്ക് ഒഴുകിപ്പോകുന്ന ഗോദാവരി ആന്ധ്രാപ്രദേശിൽ വെച്ച് ബേ ഓഫ് ബംഗാളിലേക്ക്, ബംഗാൾ ഉൾക്കടലിലേക്ക് പതിക്കുന്നു. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന ഈ നദി 1465 കിലോമീറ്റർ ഒഴുകുന്നു. തെക്കാൻ പീഠഭൂമിയിലൂടെ എക്സ്ക്ലൂസീവായിട്ട് ഒഴുകുന്ന ഈ നദി അവിടുത്തെ ഏറ്റവും നീളം കൂടിയ നദിയാണ്. ഹിമാലയത്തിലെ നദികൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഗംഗയാണ് പിന്നെ ഇതിനേക്കാൾ നീളമുള്ള ഇന്ത്യയിലെ നദി എന്നറിയപ്പെടുന്നത്. അതായത് ഇന്ത്യയിലെ 2ാമത്തെ നീളം കൂടിയ നദി എന്ന് ഗോദാവരി അറിയപ്പെടും. ഗംഗ ഇന്ത്യയിലും ബംഗ്ലാദേശിലുമായിട്ട് ഒഴുകുന്ന ഒരു നദി ആയതുകൊണ്ട് ഇന്ത്യയിൽ മാത്രം ഒഴുകുന്ന നദികളുടെ നീളം പരിശോധിക്കുമ്പോൾ ഏറ്റവും നീളം കൂടിയ നദിയായിട്ട് നമ്മൾ ഗോദാവരിയെ പറയും. അതുകൊണ്ടാണ് പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി എന്ന് ഗോദാവരി അറിയപ്പെടുന്നത്. തെലുങ്ക് ഗംഗ, പാതാള ഗംഗ എന്നിങ്ങനെ അറിയപ്പെടുന്ന നദിയാണ് ഗോദാവരി. ശരിയാണോ? തെലുങ്ക് ഗംഗ, പാതാള ഗംഗ എന്ന് ഗോദാവരി അറിയപ്പെടുന്നുണ്ടോ? നോക്കാം. നമ്മുടെ ആൻസർ നമുക്ക് നോക്കാം. യെസ്, 1 മാത്രമേ ശരിയുള്ളൂ. തെലുങ്ക് ഗംഗ, പാതാള ഗംഗ, അർത്ഥഗംഗ എന്നൊക്കെ അറിയപ്പെടുന്നത് കൃഷ്ണയാണ്. കൃഷ്ണ നദിക്ക് ഗോദാവരിയേക്കാൾ 1065 കിലോമീറ്റർ കുറവുള്ളൂ. അതായത് 1400 കിലോമീറ്റർ കൃഷ്ണ ഒഴുകുന്നുണ്ട്. പശ്ചിമഘട്ടത്തിലെ മഹാബലേശ്വറിൽ നിന്ന് ഉത്ഭവിച്ച് കിഴക്ക് ദിശയിലേക്ക് ഒഴുകി ആന്ധ്രാപ്രദേശിൽ വെച്ച് കൃഷ്ണ നദിയും ബേ ഓഫ് ബംഗാളിലേക്ക്, ബംഗാൾ ഉൾക്കടലിലേക്ക് പതിക്കുന്നു. ഗോദാവരിയും ഇതേപോലെ തന്നെ പശ്ചിമഘട്ടത്തിൽ ത്രയംബകേശ്വർ കുന്നുകൾ ഉത്ഭവിച്ച് ആന്ധ്രാപ്രദേശിൽ വെച്ച് ബംഗാൾ ഉൾക്കടലിലേക്ക് പതിക്കുന്നു. ഇവർ രണ്ടിനും പതിക്കുന്നിടത്ത് വലിയ ഡെൽറ്റകളുണ്ട്. ഗോദാവരിയും കൃഷ്ണയും പതിക്കുന്നിടത്ത് വലിയ ഡെൽറ്റകളുണ്ട്. ഈ ഡെൽറ്റകൾക്കിടയിലുള്ള തടാകമാണ് കൊല്ലേരു. ഈ 2 ഡെൽറ്റകൾക്കിടയിലുള്ള തടാകമാണ് കൊല്ലേരു. ദക്ഷിണേന്ത്യയിലെ
ഏറ്റവും വലിയ ശുദ്ധജല തടാകമെന്നും ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ശുദ്ധജല തടാകമെന്നും കൃഷ്ണ ഗോദാവരി ഡെൽറ്റകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന കൊല്ലരു തടാകം അറിയപ്പെടുന്നു കേട്ടോ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമെന്നും ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ശുദ്ധജല തടാകമെന്നും കൊല്ലരു അറിയപ്പെടുന്നു. തെലുങ്ക് ഗംഗയും പാതാള ഗംഗയും അർത്ഥഗംഗയും ഒക്കെ കൃഷ്ണയാണ്. വൃദ്ധഗംഗ ഗോദാവരിയാണ്. ഇനി ദക്ഷിണ ഗംഗ PSC പരീക്ഷകൾക്ക് ആൻസർ കാവേരിയാണ്. ഞാൻ PSC പരീക്ഷകൾ എന്ന് പറയാൻ കാര്യം മറ്റ് ചില പരീക്ഷകളിൽ ദക്ഷിണ ഗംഗ ഗോദാവരി ആയിട്ട് ആൻസർ കീയിൽ വന്നിട്ടുണ്ട്, ബാങ്ക് SSC എക്സാംസിനൊക്കെ കേട്ടോ. അത് NCERTക്കകത്ത് അങ്ങനെ ഉള്ളത് കൊണ്ടാണ് അത് അത്തരത്തിൽ വന്നേക്കുന്നത്. പക്ഷേ PSC ആൻസർ ദക്ഷിണ ഗംഗ കാവേരിയാണ് കേട്ടോ. 8ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഗോതമ്പ് കൃഷിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? ഉയർന്ന താപനിലയും അതായത് 24 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ധാരാളം മഴയും അതായത് 150 സെന്റിമീറ്ററിന് മുകളിൽ മഴയും ഗോതമ്പ് കൃഷിക്ക് വേണം. ഗോതമ്പ് ഒരു ഖാരിഫ് വിളയാണ്. ഗോതമ്പ് ഒരു മിതോഷ്ണ മേഖലാ വിളയാണ്. രാജ്യത്തെ ഏറ്റവും കൂടുതൽ പ്രദേശത്ത് കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിളയാണ് ഗോതമ്പ്. ഇതിനകത്ത് ഏതാണ് ശരിയായ പ്രസ്താവന? 3 അപ്പം തെറ്റാണെന്നാണ് അർത്ഥമാക്കുന്നത്. ഏതാണ് ശരി? യെസ്, ഗോതമ്പ് ഒരു മിതോഷ്ണ മേഖല വിളയാണ്. ഗോതമ്പ് ഒരു മിതോഷ്ണ മേഖല, അതായത് ഉഷ്ണ മേഖലയിലല്ല, ഒരു മിതോഷ്ണ മേഖലാ പ്രദേശത്ത് കൃഷി ചെയ്യാൻ പറ്റുന്ന വിളയാണ് ഗോതമ്പ്. ഗോതമ്പിനെ നമ്മൾ വിളിക്കുന്നത് ഗോതമ്പ് ഒരു റാബി വിളയാണ് അല്ലേ? ശൈത്യ കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന വിളകളാണ് റാബി വിളകൾ, ശൈത്യകാല വിളകൾ എന്നറിയപ്പെടുന്നു. ഗോതമ്പ് ഒരു മിതോഷ്ണ മേഖല, ഉഷ്ണമേഖല വിളയല്ല. നെല്ലൊരു ഉഷ്ണമേഖല വിളയാണെങ്കിലും ഗോതമ്പ് ഒരു മിതോഷ്ണ മേഖല വിളയാണെന്നാണ് അറിയപ്പെടുന്നത്. ഇതാണ് ശരിയായ പ്രസ്താവന. ബാക്കിയെല്ലാം എന്തുകൊണ്ട് തെറ്റിയെന്ന് നോക്കാം. ഉയർന്ന താപനില ഗോതമ്പിന് വേണ്ട, അത് ശൈത്യകാലത്ത് ആ കൃഷി എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലേ. 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ ഗോതമ്പ് നമുക്ക് കൃഷി ചെയ്യാം കേട്ടോ. 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ ഏകദേശം ഒരു 26 ഡിഗ്രി സെൽഷ്യസ് വരെ. അതായത് വളരുന്ന കാലഘട്ടത്തിൽ ഒരു 10നും 15നും ഇടയ്ക്കൊക്കെയാണ് താപനില വേണ്ടത്. അത് കൊയ്തെടുക്കുന്ന സമയത്താണ് ഒരു 24ന് ശേഷം ഒരു 22, 26 ഇടയ്ക്ക് താപനില വേണ്ടത്. അപ്പോൾ വളരുമ്പോൾ ഒരു 10നും 15നും ഇടയ്ക്ക് താപനില വേണമെന്നാണ് പറയപ്പെടുന്നത്. മഴ ഇതിന് 150 സെൻറ്റിമീറ്റർ ഒന്നും വേണ്ട, 75 സെൻറ്റിമീറ്റർ മഴ, ഒത്തിരി മഴ ആവശ്യമില്ല. 75 സെൻറ്റിമീറ്റർ മഴയാണ് ഗോതമ്പ് കൃഷിക്ക് ആവശ്യം. ഗോതമ്പ് ഒരു ഖാരിഫ് വിള തെറ്റാണ് അല്ലേ? ഗോതമ്പ് ഒരു റാബി വിളയാണെന്ന് ഞാൻ പറഞ്ഞു. 3, രാജ്യത്തെ ഏറ്റവും കൂടുതൽ പ്രദേശത്ത് കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിള ഗോതമ്പ് തെറ്റാണ്. രാജ്യത്തെ ഏറ്റവും കൂടുതൽ പ്രദേശത്ത് കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിള എന്നറിയപ്പെടുന്നത് നെല്ലാണ് കേട്ടോ. രാജ്യത്തെ ഏറ്റവും കൂടുതൽ പ്രദേശത്ത് കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിള നെല്ലാണ്. NCERT ടെക്സ്റ്റിനകത്ത് 25% പ്രദേശത്ത് നെല്ലും 14% പ്രദേശത്ത് ഗോതമ്പും എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ രാജ്യത്തെ ആകെ കൃഷിഭൂമിയുടെ 25% പ്രദേശത്ത് നെല്ലും 14% പ്രദേശത്ത് മാത്രമാണ് ഗോതമ്പ് കൊടുത്തേക്കുന്നത് കേട്ടോ. ഗോതമ്പിനെ സംബന്ധിക്കുന്ന പ്രസ്താവനകൾ പഠിച്ചു. ഇവിടെ തന്നേക്കുന്നത് കണ്ടോ, 24 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനിലയും 150 സെൻറ്റിമീറ്ററിന് മുകളിൽ മഴയും വേണ്ടത് നെല്ലിനാണ് കേട്ടോ. നെല്ലിനാണ്. നെല്ലൊരു ഖാരിഫ് വിളയാണ്. അപ്പോൾ ഗോതമ്പും നെല്ലും ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ക്ലിയർ അല്ലേ? രണ്ടുപേർക്കും വേണ്ടത് എക്കൽ മണ്ണാണ്. ഗോതമ്പിനായാലും നെല്ലിനായാലും വളരാനായിട്ട് ആവശ്യമുള്ള മണ്ണ് ഏതാണ്? എക്കൽ മണ്ണാണ്. 9ാമത്തെ ചോദ്യം, റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യ നിർമ്മിച്ച ഇരുമ്പുരുക്ക് ശാല ഏത്? ഇന്ത്യയിൽ പ്രധാനമായിട്ടും 4 ഇരുമ്പുരുക്ക് ശാലകൾ വരുന്നുണ്ട്. റൂർക്കല, ദുർഗാപൂര്, പിന്നെ പൊതുമേഖലയിൽ വരുന്നത് ഏതാണ്? ഭിലായ് വരുന്നുണ്ട്. പിന്നെ ഏത് വരുന്നുണ്ട്? റൂർക്കല, ബൊക്കാറോ വരുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ നിർമ്മിച്ചത് 2 റഷ്യയുടെ സാങ്കേതിക സഹായം ലഭിച്ചത് ഭിലായ്ക്കും അതുപോലെ ബൊക്കാറോയ്ക്കുമാണ്. ബൊക്കാറോ ജാർഖണ്ഡാണ്, ഭിലായ് ഛത്തീസ്ഗഡാണ്. ജർമ്മനിയുടെ സാങ്കേതിക സഹായം ലഭിച്ചത് റൂർക്കലയ്ക്കാണ്. റൂർക്കല എവിടെയാണ്? ഒഡീഷയിലാണ് റൂർക്കല. ഈ ബ്രിട്ടന്റെ സഹായം ലഭിച്ചത് ദുർഗാപൂരിനാണ്. ദുർഗാപൂർ എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലാണ് ദുർഗാപൂര്, വെസ്റ്റ് ബംഗാളിൽ. അപ്പോൾ റഷ്യയുടെ സഹായം ലഭിച്ചത് ഭിലായ്, ബൊക്കാറോ. അതിനകത്ത് ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ നോക്കിക്കേ. യെസ് ഉണ്ട്, ഭിലായ് അല്ലേ? ഭിലായ് റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യ നിർമ്മിച്ച ഇരുമ്പുരുക്ക് ശാല ഭിലായ് ആണ്. അത് കൃത്യമായിട്ട് ഇത് ഏത് സംസ്ഥാനത്താണെന്ന് പഠിച്ചോണം. ഭിലായ് ഛത്തീസ്ഗഡാണ്, ബൊക്കാറോ ജാർഖണ്ഡാണ്, റൂർക്കല ഒഡീഷയാണ്, ദുർഗാപൂർ പശ്ചിമ ബംഗാളാണ്. ദുർഗാപൂരിന് വെസ്റ്റ് ബംഗാളിൻ്റെ സാങ്കേതിക സഹായം, റൂർക്കല ജർമ്മനിയുടെ സഹായത്തോടെ, ഭിലായ് ബൊക്കാറോ രണ്ടും റഷ്യയുടെ സഹായത്തോടെ. ക്ലിയർ അല്ലേ? ടിസ്കോ എന്താണ്? ടാറ്റയുടെയാണ് അല്ലേ? 1907 ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്ക് ശാലയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വൻകിട ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് സെക്ടർ, അതായത് സ്വകാര്യ മേഖലയിലെ ഇരുമ്പുരുക്ക് ശാല എന്നാണ് ടിസ്കോ അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് ശാലയാണ് ടിസ്കോ, ടാറ്റയുടെ കീഴിൽ വരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ പൊതുമേഖല ഇരുമ്പുരുക്ക് ശാല ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇസ്കോയാണ് കേട്ടോ. വെസ്റ്റ് ബംഗാളിലുള്ള ഇസ്കോ ഇന്ത്യയിലെ ആദ്യത്തെ പൊതുമേഖല ഇരുമ്പുരുക്ക് ശാല ഈ അടുത്ത പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു. ദക്ഷിണേന്ത്യയിലെ ചോദിച്ചിരുന്നു വിശ്വേശ്വരയ്യ കേട്ടോ. ദക്ഷിണേന്ത്യയിലെ
ആദ്യത്തെ പൊതുമേഖല ഇരുമ്പുരുക്കുശാല, ദക്ഷിണേന്ത്യയുടെ ആദ്യത്തെ ഇരുമ്പുരുക്കുശാല വിശ്വേശ്വരയ്യാണ്. വിശ്വേശ്വരയ്യ. ആ. അപ്പോൾ 10ാമത്തെ ചോദ്യം. പുനഃസ്ഥാപിക്കാൻ സാധ്യമല്ലാത്ത ഊർജ്ജ സ്രോതസ്സ് ഏതെല്ലാമാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 4 ഓപ്ഷനേ ഉള്ളൂ. അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും പുനഃസ്ഥാപിക്കാൻ സാധ്യമല്ലാത്തവ. സൗരോർജ്ജം, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം, തിരമാലയിൽ നിന്നുള്ള ഊർജ്ജം, കൽക്കരി, പെട്രോളിയം. ഇതിനകത്ത് ഏതാണ് പുനഃസ്ഥാപിക്കാൻ സാധ്യമല്ലാത്തവ? എന്താണ് അങ്ങനെ പുനഃസ്ഥാപിക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഉപയോഗത്തിനനുസരിച്ച് തീർന്നു പോകുന്നവയാണ് പുനഃസ്ഥാപിക്കാൻ സാധ്യമല്ലാത്തത്. നമ്മുടെ ഉപയോഗത്തിനനുസരിച്ച് തീർന്നു പോകുന്നവ, ഭൂമിയിൽ നിന്ന് അത് കുറഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ ഉപയോഗത്തിനനുസരിച്ച് കുറയാത്തവ, വീണ്ടും വീണ്ടും പ്രകൃതി തന്നെ ഉൽപ്പാദിപ്പിക്കുന്നവയാണ് പുനഃസ്ഥാപിക്കാൻ സാധ്യമായത്. അത് ഏതാണ്? നമുക്ക് നോക്കാം ഓരോന്നും. സൗരോർജ്ജം നമ്മൾ എത്ര ഉപയോഗിച്ചാലും തീർന്നു പോകത്തില്ല. വീണ്ടും വീണ്ടും പ്രകൃതി ഇത് ഭൂമിയിൽ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കാറ്റിൽ നിന്നുള്ള ഊർജ്ജം നമ്മൾ എത്ര ഉപയോഗിച്ചാലും വീണ്ടും കാറ്റ് ഭൂമിയിൽ പ്രകൃതിയിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. തിരമാലകൾ കണ്ടിന്യൂസ്ലി ഭൂമിയിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കാറ്റുണ്ടാകുമ്പോൾ അതിനനുസരിച്ച് തിരമാലയിൽ നിന്നുള്ള ഊർജ്ജവും നമുക്ക് ലഭിക്കും. എന്നാൽ കൽക്കരി, പെട്രോളിയം തുടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങൾ നമ്മുടെ ഉപയോഗത്തിനനുസരിച്ച് തീർന്നു പോകുന്നവയാണ്. അതുകൊണ്ടാണ് ഇവയെ നമ്മൾ പുനഃസ്ഥാപിക്കാൻ സാധ്യമല്ലാത്തവ എന്ന് പറയുന്നത്. ഇനി ഊർജ്ജ സ്രോതസ്സുകൾക്ക് മറ്റൊരു ക്ലാസിഫിക്കേഷൻ കൂടിയുണ്ട്. അതാണ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളും പാരമ്പര്യ ഇതര അല്ലെങ്കിൽ പാരമ്പര്യേതര. കേട്ടോ, പാരമ്പര്യേതര എന്ന് പറയുന്നത്. അപ്പോൾ ഏതാണ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ? നമ്മൾ പണ്ട് തൊട്ട് ഉപയോഗിക്കുന്നവ ഇന്ത്യയിൽ പ്രധാനമായിട്ട് താപോർജ്ജം, കൽക്കരിയിൽ നിന്നും പെട്രോളിയത്തിൽ നിന്നൊക്കെ നമ്മൾ താപോർജ്ജം അല്ലേ. പിന്നെ നമ്മുടെ ഇതിൽ നിന്ന് ജലശക്തി, നമ്മുടെ അണക്കെട്ടുകൾ കെട്ടി നിർത്തിക്കൊണ്ട് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നത്, എനർജി ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലേ, അത് നമ്മുടെ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ, അണക്കെട്ടുകളിൽ നിന്നുള്ള ഊർജ്ജം അല്ലേ. പിന്നെ SCERT പുസ്തകത്തിനകത്താണെങ്കിൽ നമ്മുടെ ആണവോർജ്ജം, അതും പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സായിട്ടാണ് പറയുന്നത്. എന്നാൽ +1 പുസ്തകത്തിൽ ആണവോർജ്ജത്തെ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സായിട്ടും പറയുന്നു. അതൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. പാരമ്പര്യേതര ഏതാണ്? നമ്മൾ പണ്ട് തൊട്ട് ഉപയോഗിക്കാത്ത പുതിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ന്യൂ ജനറേഷൻ ഊർജ്ജ സ്രോതസ്സുകൾ അല്ലേ. സൗരോർജ്ജം, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം, വേലിയോർജ്ജം തുടങ്ങിയവ, തിരമാലയിൽ നിന്നുള്ള ഊർജ്ജം, ഇതെല്ലാം പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സാണ്. പാരമ്പര്യേതരം, അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഇവിടെ ഉണ്ട് കേട്ടോ, മറന്നു പോകരുത്. ഇത്രയുമാണ് നമുക്ക് ഇന്ത്യൻ ജോഗ്രഫിയുടെ 10 ചോദ്യങ്ങൾ പഠിക്കാനായിട്ട് ഉള്ളത്. എല്ലാവരും നല്ല ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുക. ഞങ്ങളെ കഴിയുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ പുതിയ സീരീസുകളായിട്ട്, എന്തെങ്കിലും പുതിയ ഐഡിയയിലുള്ള ലൈവുകളായിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വീഡിയോകളായിട്ട്. ഞാനാണെങ്കിൽ NCERT സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, 3 പാർട്ടായി. അപ്പോൾ ഇത് കാണാത്തവർക്ക് ജോഗ്രഫിയുടെ ഒരു പ്ലേലിസ്റ്റ് നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി, ജോഗ്രഫി എന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു പടവുമുണ്ട്. അതിനകത്ത് ഈ 3 പാർട്ടുകളും കിടപ്പുണ്ട്. 1ാമത്തെ പാർട്ട് മാത്രമാണ് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. കാരണം അതിൻ്റെ തംബ്നെയിൽ ഇങ്ങനെയാണ്, PSC ഈ ചോദ്യങ്ങളൊക്കെ എവിടെ നിന്ന് പൊക്കുന്നു എന്നുള്ളതാണ് തംബ്നെയിൽ. അപ്പോൾ അതാണ് 1ാമത്തെ പാർട്ട്. 2ഉം 3ഉം പാർട്ടിൻ്റെ കൂടെ NCERT സീരീസ് പാർട്ട് 2, പാർട്ട് 3 എന്ന് തംബ്നെയിൽ കൊടുത്തിട്ടുണ്ട്. പാർട്ട് 2, പാർട്ട് 3 എന്ന് തംബ്നെയിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഓർക്കുക, PSC ഈ ചോദ്യങ്ങളൊക്കെ എവിടെ നിന്ന് പൊക്കുന്നു എന്നുള്ള തംബ്നെയിലാണ് 1ാമത്തെ പാർട്ട്. അപ്പോൾ നിങ്ങൾ കാണാത്തവർ ഈ ഒരു NCERT സീരീസ് കാണുക. നിങ്ങൾക്ക് +1, +2 പുസ്തകം ഞാൻ സിംപ്ലിഫൈ ചെയ്ത് തരുന്നുണ്ട്. മാക്സിമം അതിനകത്തുള്ള ചോദ്യങ്ങൾ, പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഇടയുള്ള ചോദ്യങ്ങൾ, പ്ലസ് അവയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, അവയുടെ കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ കൂടി ഞാൻ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. 20ൽ എത്ര മാർക്ക് കിട്ടിയെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും മുമ്പോട്ടുള്ള യാത്രകൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് പ്രയോജനം ചെയ്യുന്നത്. പഠിപ്പിക്കുക എന്ന് പറയുന്നത് അത് ആ ഒരു ജോലിയോട് ഇഷ്ടം തോന്നുന്നത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന അറിവുകൾ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്നുണ്ട് എന്ന് അറിവ് നേടിയവരിൽ നിന്ന് അറിയുമ്പോഴാണ്. അല്ലാതെ ഈ ജോലി ശമ്പളം മേടിച്ച് പോകുന്ന സാധാരണ ഒരു ജോലിയായി പോകും. അങ്ങനെ ഒരു അധ്യാപകനായി മുമ്പോട്ട് പോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് എപ്പോഴും ഉദ്യോഗാർത്ഥികളുടെ അഭിപ്രായങ്ങൾ ആരായുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഈ തരുന്ന അറിവുകൾ പ്രയോജനപ്പെടുന്നുണ്ടോ എന്ന് എപ്പോഴും ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ളൊരു സഹകരണം പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എന്ത് തുറന്നു പറയാനും എന്ത് അഭിപ്രായങ്ങൾ പറയാനും ക്രിട്ടിസൈസ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു സംവിധാനമാണ് യൂട്യൂബ് എന്ന് പറയുന്നത് അല്ലേ. എൻ്റെ കമൻറ്റ് ബോക്സ് എപ്പോഴും, എൻ്റെ ഒരു കമൻറ്റ് ബോക്സ് എപ്പോഴും ഓപ്പൺ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അതിലൂടെ ഞങ്ങളെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നല്ലൊരു റാങ്ക് മേടിച്ച് നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും അവസാനം അല്ലേ നമുക്കുണ്ടാക്കാം. നമുക്കൊരു നല്ലൊരു ജോലിയിൽ പ്രവേശിച്ച് എല്ലാവരുടെയും ബഹുമാനത്തിന് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ കുടുംബാംഗങ്ങളുടെ സംരക്ഷണമൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാവരുടെ ബഹുമാനത്തിന് നമുക്ക് പാത്രമാകാൻ പറ്റും അല്ലേ. അങ്ങനെ മുമ്പോട്ട് നമ്മുടെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഉള്ള, സാമ്പത്തിക സുസ്ഥിരതയുള്ള, ഭദ്രതയുള്ള, നല്ല സമാധാനമുള്ളൊരു ജീവിതം നയിക്കാൻ നമുക്ക് പറ്റും. അങ്ങനെ പറ്റിയെങ്കിൽ മാത്രമേ
ഈ അല്ലേ നമ്മുടെ ഒരു ലൈഫിൽ നമ്മൾ എവിടെ ഏതായാലും ഈ ഒരു ജീവിതം നമ്മളിവിടെ ജീവിച്ച് തീർക്കണം അല്ലേ? അത് നമുക്കൊരു മനസ്സമാധാനം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള ഭദ്രത നമുക്ക് വേണം. ഒരു ജോലി തരുന്ന സുരക്ഷിതത്വം നമുക്ക് വേണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കുടുംബമൊക്കെ വളരെ സ്മൂത്തായിട്ട് പോകത്തുള്ളൂ. അപ്പോൾ അതിലേക്കൊക്കെ എത്തിപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മറ്റ് ഒരു ക്ലാസ്സിൽ കാണാം. പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലിരിക്കട്ടെ എന്ന് ഈ പറഞ്ഞ ടോപ്പിക്കുകൾ 10-20 ടോപ്പിക്ക് ഡിസ്കസ് ചെയ്തില്ല. ടോപ്പിക്കുകളൊക്കെ ഒന്ന് എഴുതിയിടുക. അത് എവിടെയെങ്കിലും SCERT-ക്കകത്ത് ആ ഒരു ടോപ്പിക്ക് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു കണ്ടന്റ് കണ്ടാൽ അത് എക്സ്ട്രാ ഒന്നെടുത്ത് വായിക്കുക. അങ്ങനെ നമ്മുടെ പഠനം നമ്മുടെ അറിവ് വിപുലീകരിക്കുക കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ. LGS LDC നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. പരീക്ഷകൾക്കും വെറും 1399 രൂപയ്ക്ക് നിങ്ങൾക്ക് തയ്യാറെടുക്കാം, അതും ഒരു വർഷത്തേക്ക്. കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരുടെ വീഡിയോ ക്ലാസ്സുകളോടൊപ്പം 2 ലക്ഷത്തിലധികം ചോദ്യങ്ങൾ പരിശീലിച്ചുകൊണ്ട് എക്സാമിനായി തയ്യാറെടുക്കാം. അപ്പോൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തൂ. ഒന്നാമത്തെ ചോദ്യം, സൈലന്റ് വാലി പാലക്കാട് ജില്ലയിലെ ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? സൈലന്റ് വാലി നമുക്കറിയാം ദേശീയോദ്യാനമാണ്. 1984 നിലവിൽ വന്ന, 85 ഉദ്ഘാടനം ചെയ്തു, 84 പ്രഖ്യാപിക്കപ്പെട്ട ഒരു ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി എന്ന് പറയുന്നത്. സൈലന്റ് വാലി പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ്. എവിടെയാണ്? മണ്ണാർക്കാട് താലൂക്കിലാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. രണ്ടാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാറാണ് അല്ലെ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. 244 കിലോമീറ്റർ ആണ് പെരിയാറിന്റെ നീളം എന്ന് പറയുന്നത്. കേരളത്തിൽ മൊത്തം എത്ര നദികളുണ്ട്? 44 നദികളുണ്ട് അല്ലെ. 44, 244, 44. അപ്പൊ കേരളത്തിൽ മൊത്തം 44 നദികളുണ്ട്. അതിലെ ഏറ്റവും വലുത് പെരിയാറാണ്. പെരിയാറിന്റെ നീളം 244 കിലോമീറ്റർ ആണ്. രണ്ടാം സ്ഥാനത്ത് ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴ 209 കിലോമീറ്റർ ആണ് ഭാരതപ്പുഴയുടെ നീളം. ഓക്കെ, അപ്പൊ രണ്ടാമത്തത് ഭാരതപ്പുഴയാണ്, മൂന്നാമത്തത് പമ്പയാണ്. അപ്പൊ 1 പെരിയാറ്, 2 ഭാരതപ്പുഴ, 3 പമ്പയാണ്. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ടയാണ്. കേരളത്തിൽ മൊത്തം 7 ശുദ്ധജല തടാകങ്ങളുണ്ട്. അതിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്ന് പറയുന്നത് ശാസ്താംകോട്ടയാണ്. ശാസ്താംകോട്ട കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. അടുത്ത് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? അത് വേമ്പനാട് കായലാണ് അല്ലെ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട് കായലാണ്. ഏറ്റവും വലിയ രണ്ടാമത്തെ കായൽ അത് അഷ്ടമുടി കായലാണ്. അടുത്ത ചോദ്യം, കേരളത്തിന്റെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇടനാട് എന്ന് പറയുന്നത്? 42% കേരള വിസ്തൃതിയിൽ ഇടനാട് എന്ന് പറയുന്നത്. നമുക്കറിയാം കേരള ഭൂപ്രകൃതിയെ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ നമുക്ക് തരംതിരിക്കാനായിട്ട് പറ്റും അല്ലെ. മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ കേരളത്തിന്റെ ഭൂപ്രകൃതിയെ 3ആയി തരംതിരിക്കാം. അതിൽ ആദ്യത്തേത് മലനാടാണ്. കേരള ഭൂപ്രകൃതിയുടെ 48% മലനാടാണ്. 42% ഇടനാടാണ്. തീരപ്രദേശം 10%. ഓക്കെ, അപ്പൊ കേരള ഭൂപ്രകൃതിയെ 3ആയിട്ട് തരംതിരിക്കുന്നു. മലനാട്, ഇടനാട്, തീരപ്രദേശം. മലനാട് 48%, ഇടനാട് 42%, തീരപ്രദേശം 10%. കേരളത്തിൽ ലഭിക്കുന്ന വാർഷിക മഴയുടെ അളവ് എത്രയാണ്? 300 സെന്റിമീറ്റർ ആണ്. കേരളത്തിൽ ലഭിക്കുന്ന വാർഷിക മഴയുടെ അളവ് 300 സെന്റിമീറ്റർ ആണ്. ഇനി ഏലം, കുരുമുളക് എന്നിവ വ്യാപകമായി കൃഷി ചെയ്യുന്ന കേരളത്തിലെ ഭൂപ്രദേശം മലനാടാണ്. നമ്മൾ ഭൂപ്രകൃതി ഇപ്പം പറഞ്ഞു. ഓരോ ഭൂപ്രകൃതിക്കും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. അവിടുത്തെ ജോലി ആയിരുന്നാലും കൃഷി രീതി ആയിരുന്നാലും കാലാവസ്ഥ എല്ലാം തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. അപ്പൊ അതിൽ ഏലം, കുരുമുളക് എന്നിവ വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്ന കേരളത്തിലെ പ്രദേശം മലനാടാണ്. ഇനി കേരളത്തിലെ ഏറ്റവും വിളവൈവിധ്യമുള്ള ഭൂപ്രദേശം എന്ന് പറയുന്നത് ഇടനാടാണ്. കേരളത്തിൽ ഏറ്റവും വിളവൈവിധ്യമുള്ള ഭൂപ്രദേശം എന്ന് പറയുന്നത് ഇടനാടാണ്. എന്താണ് ഇടനാടിന്റെ പ്രത്യേകത എന്നുള്ളത് നമ്മൾ വേറെ ചോദ്യമുണ്ട്, അതിലേക്ക് വരും. അപ്പൊ കേരളത്തിലെ ഏറ്റവും വിളവൈവിധ്യമുള്ള ഭൂപ്രദേശം ഇടനാടാണ്. അടുത്തത്, നാളികേരം ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? കോഴിക്കോട് ജില്ലയാണ്. നാളികേര ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന കേരളത്തിലെ ജില്ല കോഴിക്കോട്. തേയില ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ല സംശയം വേണ്ട ഇടുക്കിയാണ്. ഏലം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ലയും ഏത് തന്നെയാണ്? ഇടുക്കി തന്നെയാണ്, സംശയം വേണ്ട. അപ്പോ തേയില ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നതും ഏലം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? ഇടുക്കി ജില്ലയാണ്. എന്നാൽ നാളികേരം ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന കേരളത്തിലെ ജില്ല ഏതാ? അത് കോഴിക്കോട് ജില്ലയാണ്. അടുത്ത, കേരളത്തിന്റെ തീരദേശ ദൈർഘ്യം 580 കിലോമീറ്റർ ആണ്. കേരളത്തിന്റെ തീരദേശ ദൈർഘ്യം എന്ന് പറയുന്നത് 580 കിലോമീറ്റർ ആണ്. ദെൻ കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം എന്ന് പറയുന്നത് 560 കിലോമീറ്റർ ആണ്. മാറിപ്പോരുത്. കേരളത്തിന്റെ തീരദേശ ദൈർഘ്യം എന്ന് പറയുന്നത് 580 കിലോമീറ്ററും കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം എന്ന് പറയുന്നത് 560 കിലോമീറ്ററുമാണ്. മാറിപ്പോവരുത്. അടുത്ത 13ാമത്തെ ചോദ്യം, കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശമാണ് ചിന്നാർ. കേരളത്തിൽ
ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ്? ചിന്നാറാണ്. അടുത്ത തിരുവാതിര ഞാറ്റുവേല ഏത് രാശിയിലാണ്? മിഥുനം രാശിയിലാണ് തിരുവാതിര ഞാറ്റുവേല ഉള്ളത്. അടുത്ത കേരളത്തിലെ പ്രധാന വാണിജ്യ വിള എന്ന് പറയുന്നത് റബ്ബറാണ്. കേരളത്തിലെ പ്രധാന വാണിജ്യ വിള ഏതാണ്? റബ്ബറാണ്. ഇതെല്ലാം സ്കൂൾ ടെക്സ്റ്റിനകത്തുള്ള കണ്ടന്റ് അതേപടി കൊണ്ടുവന്നിരിക്കുകയാണ്. അടുത്ത ഇടനാട്ടിലെ വിളവൈവിധ്യത്തിന്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ പറഞ്ഞു വിളവൈവിധ്യം ഏറ്റവും കൂടുതലുള്ളത് ഇടനാട്ടിലാണ് നമ്മൾ പറഞ്ഞു. മലനാട്, ഇടനാട്, തീരപ്രദേശം. അതിൽ ഇടനാട്ടിലാണ് ഏറ്റവും കൂടുതൽ വിളവൈവിധ്യമുള്ളത്. അതിന്റെ കാരണങ്ങളാണ് നമ്മൾ ഈ പറയാൻ പോകുന്ന സ്കൂൾ ടെക്സ്റ്റിലുള്ള പോയിന്റുകളാണ്. ധാരാളമായിട്ട് ലഭിക്കുന്ന മഴ ഒന്നാമത്തെ കാര്യം. 2 കുന്നിൻ പ്രദേശങ്ങളിലെ ലാറ്ററൈറ്റ് മണ്ണ്. 3 നദീതടങ്ങളിലെ എക്കൽ മണ്ണ്. ഈ ഒരു പ്രത്യേകത കൊണ്ടാണ് ഇടനാട്ടിന് ഇത്രത്തോളം വിളവൈവിധ്യമുള്ളത്. അപ്പൊ ഇടനാട്ടിലെ വിളവൈവിധ്യത്തിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ധാരാളമായി ലഭിക്കുന്ന മഴ, കുന്നിൻ പ്രദേശങ്ങളിലെ ലാറ്ററൈറ്റ് മണ്ണ്, നദീതടങ്ങളിലെ എക്കൽ മണ്ണ്. അടുത്ത 17ാമത്തെ ചോദ്യം. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല പാലക്കാടാണ്. ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയാണ്. ജനസംഖ്യ കൂടുതൽ മലപ്പുറം ജില്ലയിലാണ്. കാര്യങ്ങൾ അറിയാലോ, ജനസംഖ്യ കുറവ് ഇടുക്കി ജില്ലയിലാണ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല പാലക്കാട് ജില്ലയാണ്. ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ ജില്ലയാണ്. ക്ലിയർ ആണല്ലോ. അടുത്ത സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് മലനാട് എന്ന് പറയുന്നത്. കേരളത്തിൽ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള ഭൂപ്രദേശമാണ് മലനാട് എന്ന് പറയുന്നത്. അപ്പൊ ഇടനാട് എത്രയാണെന്ന് അറിയോ? ഇടനാട് 7.5 മീറ്റർ 7.5 മീറ്റർ തൊട്ട് 75 മീറ്റർ വരെയുള്ള പ്രദേശമാണ് ഇടനാട് എന്ന് പറയുന്നത്. 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് മലനാട്. 75 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശമാണ് ഇടനാട് എന്ന് പറയുന്നത്. 7.5 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശമാണ് തീരപ്രദേശം എന്ന് പറയുന്നത്. അപ്പൊ തീരപ്രദേശം 7.5 മീറ്റർ വരെയാണ്. 7.5 മീറ്റർ തൊട്ട് 75 മീറ്റർ വരെ എന്ന് പറയുന്നത് ഇടനാടാണ്. 75 മീറ്ററിന് മുകളിലേക്കുള്ളത് എന്താണ്? മലനാടാണ്. അടുത്തത് കേരളത്തിൽ അതികഠിനമായ ചൂടോ തണുപ്പോ അനുഭവപ്പെടാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം കടലിന്റെ സാമീപ്യമാണ്. കേരളത്തിൽ അതികഠിനമായിട്ടുള്ള ചൂടോ തണുപ്പോ നമുക്കറിയാം. നമ്മുടെ കാലാവസ്ഥ വളരെ നല്ലൊരു കാലാവസ്ഥയാണ്. ഇപ്പൊ അത് മാറി വരികയാണ്. അപ്പൊ ഈ ഒരു കാലാവസ്ഥ അനുഭവപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് കടലിന്റെ സാമീപ്യമാണ്. അടുത്തത് 20. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലഘട്ടത്തിലാണ്. അടുത്തിനി തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം കേരളത്തിൽ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? കാലവർഷം അല്ലെങ്കിൽ ഇടവപ്പാതി എന്നാണ് നമ്മളിവിടെ പറയാറ് അല്ലെ. നമ്മുടെ കാരണവന്മാരൊക്കെ പറയുന്നത് കാലവർഷമാണ് അല്ലെങ്കിൽ ഇടവപ്പാതി എന്ന് പറയാറുണ്ട്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം കേരളത്തിൽ അറിയപ്പെടുന്ന പേരാണ് കാലവർഷം അല്ലെങ്കിൽ ഇടവപ്പാതി. PSC മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അത് കേരളത്തിൽ തുലാവർഷം അനുഭവപ്പെടുന്ന മാസങ്ങൾ ഏതൊക്കെയാണ്? ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള മാസമാണ് കേരളത്തിൽ തുലാവർഷം അനുഭവപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ തുലാവർഷവും കാലവർഷവും തമ്മിൽ വ്യത്യാസമുണ്ട്. കേരളത്തിൽ തുലാവർഷം അനുഭവപ്പെടുന്നത് ഒക്ടോബർ മുതൽ ഡിസംബർ വരെയാണ്. അത് കേരളത്തിൽ വേനൽക്കാലം ആരംഭിക്കുന്നത് ഫെബ്രുവരി മധ്യത്തോടു കൂടിയാണ്. കേരളത്തിൽ വേനൽക്കാലം ആരംഭിക്കുന്നത് ഫെബ്രുവരി മധ്യത്തോടു കൂടിയാണ്. അത് മാർച്ചിലേക്ക് പോയില്ല, ഏപ്രിൽ ആ ഒരു കാലത്ത് പോകത്തില്ല. അതിനു മുമ്പ് തന്നെ ഫെബ്രുവരി മധ്യത്തോടെ തന്നെ കേരളത്തിൽ വേനൽക്കാലം ആരംഭിക്കുന്നുണ്ട്. അടുത്ത കൊടുങ്ങരപ്പള്ളം പുഴ ഒഴുകുന്ന കേരളത്തിലെ പ്രദേശം അട്ടപ്പാടിയാണ്. കൊടുങ്ങരപ്പള്ളം പുഴ ഒഴുകുന്ന കേരളത്തിലെ പ്രദേശം അട്ടപ്പാടിയാണ്. അടുത്ത ചോദ്യം, കൊടുങ്ങരപ്പള്ളം പുഴയുടെ ഉത്ഭവസ്ഥാനം ഏതാണ്? സ്കൂൾ പുസ്തകത്തിനകത്തുള്ളത് തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾമുടി എന്ന് പറയുന്ന സ്ഥലമാണ്. തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾമുടിയിൽ നിന്നുമാണ് കൊടുങ്ങരപ്പള്ളം പുഴ ഉത്ഭവിക്കുന്നത്. അടുത്ത കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ കബനി, ഭവാനി, പാമ്പാർ അല്ലെ. നമുക്കറിയാം കേരളത്തിൽ മൊത്തം 44 നദിയുണ്ട്. അതില് 41 നദികളും പടിഞ്ഞാറേക്ക് ഒഴുകുന്നു. 3 നദികള് കിഴക്കോട്ട് ഒഴുകുന്നു. കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ് കബനി, ഭവാനി, പാമ്പാർ എന്ന് പറയുന്നത്. കബനി, ഭവാനി, പാമ്പാർ എന്ന് പറയുന്നു. നമുക്കറിയാം കബനി വയനാട് ജില്ലയിലൂടെ ഒഴുകി കർണാടകയിലേക്ക് പോകുന്നു. ഭവാനി ആണെങ്കിലും ഭവാനിയും അതുപോലെ തന്നെ പാമ്പാർ രണ്ടായാലും ഭവാനി നമ്മുടെ പാലക്കാട് ജില്ലയിലൂടെ തമിഴ്നാട്ടിലേക്ക് പോകുന്നു. പാമ്പാർ ഇടുക്കി ജില്ലയിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് പോകുന്നു. ഇതാണ് 3 നദികൾ, കബനി, ഭവാനി, പാമ്പാർ. അടുത്ത വേമ്പനാട് കായൽ വ്യാപിച്ചു കിടക്കുന്ന കേരളത്തിലെ ജില്ലകൾ ആലപ്പുഴ ജില്ല, കോട്ടയം ജില്ല, എറണാകുളം ജില്ല. ഇങ്ങനെ 3 ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട് കായൽ എന്ന് പറയുന്നത്. വേമ്പനാട് കായൽ ആലപ്പുഴ, കോട്ടയം, എറണാകുളം 3 ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുകയാണ്. ഇനി കേരളത്തിൽ റെയിൽപാതകൾ ഇല്ലാത്ത ജില്ലകൾ 2 എണ്ണമാണ്. അത് ഇടുക്കിയും വയനാടുമാണ്. കേരളത്തിൽ റെയിൽവേ പാതകൾ ഇല്ലാത്ത 2 ജില്ലയുണ്ട്. അത് ഇവയാണ്. ഇവ അല്ലെ, ഇടുക്കി, വയനാട്. ഇവയാണ് ഇടുക്കി, വയനാടാണ്.
അടുത്ത തെക്കു പടിഞ്ഞാറൻ കാലവർഷക്കാറ്റ് തമിഴ്നാട്ടിലേക്ക് കടക്കുന്നതും വടക്ക് കിഴക്കൻ കാലവർഷക്കാറ്റ് കേരളത്തിലേക്ക് കടന്നു വരുന്നതും ഏത് ചുരം വഴിയാണ്? അത് പാലക്കാട് ചുരം വഴിയാണ്. നമുക്കറിയാം പശ്ചിമഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചുരമാണ്, പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയൊരു ചുരവും നമുക്ക് പറയാൻ പറ്റുന്ന ചുരമാണ് പാലക്കാട് ചുരം എന്ന് പറയുന്നത്. പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് പാലക്കാട് ചുരം. ഈ പാലക്കാട് ചുരത്തിലൂടെയാണ് തെക്കു പടിഞ്ഞാറൻ കാലവർഷക്കാറ്റ് തമിഴ്നാട്ടിലേക്ക് കടക്കുന്നതും വടക്ക് കിഴക്കൻ കാലവർഷക്കാറ്റ് കേരളത്തിലേക്ക് കടന്നു വരുന്നതും ഈ പറയുന്ന പാലക്കാട് ചുരത്തിലൂടെയാണ്. അടുത്ത അട്ടപ്പാടിയുടെ പരിസ്ഥിതി പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ചതാണ് അഹാഡ്സ് എന്ന് പറയുന്ന പദ്ധതി. അഹാഡ്സ്, അട്ടപ്പാടിയുടെ പരിസ്ഥിതി പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ചതാണ് അഹാഡ്സ്. എന്താണ് അഹാഡ്സ്? അട്ടപ്പാടി ഹിൽസ് ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി, അതാണ് അഹാഡ്സ് എന്ന് പറയുന്നത്. അടുത്ത 31ാം ചോദ്യം, കുട്ടനാടൻ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് എത്ര ജില്ലകളിലായിട്ടാണ്? പൊതുവെ എല്ലാവർക്കും സംശയമുള്ള ഒരു ചോദ്യം. എല്ലാവരും വിചാരം ആലപ്പുഴ ജില്ലയിലാണ് കുട്ടനാട് എന്നുള്ളതാണ്. എന്നാൽ കുട്ടനാട് പ്രദേശം 3 ജില്ലകളിലായിട്ട് കിടക്കുകയാണ്. പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ. ഇങ്ങനെ 3 ജില്ലകളിലായിട്ട് തൊട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ് കുട്ടനാട് എന്ന് പറയുന്നത്. നമുക്കറിയാം പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ്. കേരളത്തിന്റെ ഹോളണ്ട്, കേരളത്തിന്റെ നെതർലൻഡ് എന്നൊക്കെ അറിയപ്പെടുന്നത് കുട്ടനാടാണ്. കേരളത്തിലെ സമുദ്രനിരപ്പിൽ ഏറ്റവും താഴെ സ്ഥിതി ചെയ്യുന്ന പ്രദേശവും കുട്ടനാടാണ്. സോ ഈ കുട്ടനാട് പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ എന്നിങ്ങനെ 3 ജില്ലകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത കേരളത്തിലെ പ്രധാന ആദിവാസി വിഭാഗങ്ങളാണ് ഇരുളറ്, കാടറ്, കുറിച്യറ്, അടിയറ്, കുറുമറ്, മലയരെ. സ്കൂൾ ടെക്സ്റ്റിലുള്ള പ്രധാനപ്പെട്ട ആദിവാസി വിഭാഗങ്ങളാണ് ഇവയൊക്കെ തന്നെ. അപ്പൊ കേരളത്തിലെ പ്രധാനപ്പെട്ട ആദിവാസി വിഭാഗങ്ങള് ഇരുളറുണ്ട്, കാടറുണ്ട്, കുറിച്യറുണ്ട്, അടിയറുണ്ട്, കുറുമറുണ്ട്, മലയരേനുണ്ട്. ഓക്കെ. അടുത്ത വൈകുന്നേരങ്ങളിലെ ഇടിയോട് കൂടിയ മഴ ഏത് മൺസൂണിന്റെ പ്രത്യേകതയാണ്? വടക്കു കിഴക്കൻ മൺസൂണിന്റെ പ്രത്യേകതയാണ്. വടക്കു കിഴക്കൻ മൺസൂൺ ആണ് വൈകുന്നേരങ്ങളിലെ ഇടിയോട് കൂടിയ മഴ ഏത് മൺസൂണിന്റെ പ്രത്യേകതയാണ്? വടക്കു കിഴക്കൻ മൺസൂണിന്റെ പ്രത്യേകതയാണ്. അടുത്ത കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണ് ലാറ്ററേറ്റ് മണ്ണ്, അതായത് ചെങ്കൽ മണ്ണാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണിനം ഏതാണ്? ലാറ്ററേറ്റ് മണ്ണാണ്. അടുത്ത കേരളത്തിൽ ആദ്യമായിട്ട് 1902 റബ്ബർ കൃഷി തുടങ്ങിയത് എവിടെയാണെന്നറിയോ? ആലുവയിലാണ്. കേരളത്തിൽ ആദ്യമായിട്ട് 1902 റബ്ബർ കൃഷി തുടങ്ങിയത് ആലുവയിലാണ്. പക്ഷേ കേരളത്തിൽ വാണിജ്യ അടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി ആദ്യമായിട്ട് തുടങ്ങുന്നത് കോട്ടയം ജില്ലയിലാണ്. മറക്കണ്ട, ആലുവയിലാണ് ആദ്യമായിട്ട് റബ്ബർ കൃഷി 1902 തുടങ്ങിയത്. വാണിജ്യ അടിസ്ഥാനത്തിൽ കോട്ടയത്താണ് ആദ്യമായിട്ട് റബ്ബർ കൃഷി തുടങ്ങുന്നത്. അത് കേരളത്തിൽ കടൽത്തീരമുള്ള ജില്ലകൾ എത്ര ഉണ്ട്? 9 എണ്ണമുണ്ട്. ഇന്ത്യയിൽ കടൽത്തീരമുള്ള 9 സംസ്ഥാനമുണ്ട്. കേരളത്തിൽ കടൽത്തീരമുള്ള 9 ജില്ലകളും ഉണ്ട്. ഇല്ലാത്ത ജില്ലകൾ 5 എണ്ണമാണ്. ആ 5 ജില്ലകൾ നമ്മൾ കഴിഞ്ഞ പ്രീവിയസ് ചോദ്യങ്ങൾ പഠിച്ചപ്പോൾ നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അടുത്തത് കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് സൈലന്റ് വാലിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് ഏതാണ്? സൈലന്റ് വാലിയാണ്. അത് കേരളത്തിൽ വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഇടുക്കി ജില്ലയാണ്. നമ്മൾ നേരത്തെ ഏലവും അതുപോലെ ഇതൊക്കെ പറഞ്ഞു, തേയിലയും ഏലവും നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞിരുന്നു ചോദ്യത്തില്. സോ ഇതോടെ ഓർത്ത് വെച്ചോ, വെളുത്തുള്ളി കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ലയാണ് ഇടുക്കി ജില്ല. അടുത്തത് മംഗളവനം പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എറണാകുളത്താണ്. മംഗളവനം പക്ഷിസങ്കേതം എവിടെയാണ്? എറണാകുളത്താണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് മംഗളവനം എന്ന് പറയുന്നത്. നമ്മുടെ കൊച്ചിയുടെ നഗരമധ്യത്തിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഹൈക്കോടതി, കേരള ഹൈക്കോടതിയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ദേശീയോദ്യാനം കൂടിയാണ് നമ്മുടെ മംഗളവനം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ PSC ചോദിച്ചിട്ടുണ്ട്. കേരള ഹൈക്കോടതിയുടെ സമീപത്ത് സ്ഥിതി ചെയ്യുന്ന പക്ഷിസങ്കേതം അല്ലെങ്കിൽ എന്താണ് ദേശീയോദ്യാനം, വന്യജീവി സങ്കേതം ഏത് എന്ന്? വന്യജീവി സങ്കേതം, ദേശീയോദ്യാനം അല്ല, മിസ്റ്റേക്ക് ആണ്. ദേശീയോദ്യാനം അല്ല, നമ്മുടെ എന്താണ് വന്യജീവി സങ്കേതമാണ്. അപ്പൊ ഈ വന്യജീവി സങ്കേതമാണ് മംഗളവനം എന്ന് പറയുന്നത്. അത് എറണാകുളത്താണ് സ്ഥിതി ചെയ്യുന്നത്. കൊച്ചിയുടെ ശ്വാസകോശം എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ മംഗളവനമാണ്. അത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് നിക്ഷേപമുള്ളത് ഏത് ജില്ലയിലാണ്? അത് കൊല്ലം ജില്ലയിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് നിക്ഷേപമുള്ള ജില്ല കൊല്ലം ജില്ലയാണ്. മറക്കണ്ട. അടുത്തത് പെരുന്തേനരുവി വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? പമ്പയിലാണ്. അത് ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട ജില്ലയിലാണ്. അപ്പൊ PPP എന്ന് ഓർത്താൽ മതി. PPP, പെരുന്തേനരുവി, പമ്പ, പത്തനംതിട്ട. പെരുന്തേനരുവി, പമ്പ, പത്തനംതിട്ട. അടുത്ത ഇടുക്കി മണ്ണും മനുഷ്യനും എന്ന കൃതി ആരുടേതാണ്? ഇടുക്കി മണ്ണും മനുഷ്യനും എന്ന കൃതി രചിച്ചത് KT രാജീവാണ്. സ്കൂൾ ടെക്സ്റ്റിനകത്തുള്ള ഒരു പുസ്തകമാണല്ലോ പറയുന്ന ഒരു പേരാണിത്. KT രാജീവിന്റെ ഇടുക്കി മണ്ണും മനുഷ്യനും എന്ന് പറയുന്ന പുസ്തകം. ഓക്കെ. അടുത്തത് മലനാട്ടിലെ വിളകളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഭൂമിശാസ്ത്ര ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഘടകങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ നേരത്തെ ഇടനാട്ടിലെ ഇതിനെക്കുറിച്ച്, വിളകളുടെ ആ ഒരു സാന്നിധ്യത്തെ കുറിച്ച്, അതിന്റെ പ്രത്യേകത എന്താണ് നമ്മൾ പറഞ്ഞിരുന്നു. മഴയുടെ സാന്നിധ്യം, അതുപോലെ മണ്ണിന്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ മലനാട്ടിൽ വിളകളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ചില ഭൂമിശാസ്ത്ര ഘടകങ്ങളുണ്ട്. അതിലൊന്ന് ധാരാളമായിട്ട് ലഭിക്കുന്ന മഴ തന്നെയാണ്. നമ്മൾ അപ്പുറത്തും ഇടനാട്ടിലും ധാരാളമായിട്ട് മഴ ലഭിക്കുന്ന കാര്യം പറഞ്ഞു. അത് താപനില 30 ഡിഗ്രി സെൽഷ്യസിൽ താഴെ വേണം. താപനില 30 ഡിഗ്രി സെൽഷ്യസിൽ താഴെ ഉണ്ടായിരിക്കണം. അതുപോലെ നീർവാർച്ചയുള്ള മണ്ണായിരിക്കണം. നീർവാർച്ചയുള്ള മണ്ണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മലനാട്ടിൽ വിളകളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഘടകങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഓക്കെ, ധാരാളമായി ലഭിക്കുന്ന മഴ, താപനില 30 ഡിഗ്രി സെൽഷ്യസിൽ താഴെ, നീർവാർച്ചയുള്ള മണ്ണ്.
അത് ചൂലന്നൂർ മയിൽ സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിലാണ് ചൂലന്നൂർ മയിൽ സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. മയിൽ സംരക്ഷണ കേന്ദ്രമാണ് ചൂലന്നൂർ, മറക്കരുത്, പാലക്കാടാണ്. അടുത്ത സൈലന്റ് വാലി നാഷണൽ പാർക്കിൽ കാണപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന മൃഗം ഏതാണ്? സിംഹവാലൻ കുരങ്ങുകളാണ് അല്ലെ. സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി, മറക്കണ്ട. അടുത്തത് കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏതാണ്? ഇരവികുളം നാഷണൽ പാർക്കാണ് കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക്. ഇരവികുളമാണ്, ഇടുക്കി ജില്ലയിലാണ്. അടുത്ത വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകൾ ഏത് വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലാണ് കാണപ്പെടുന്നത്? അത് ഇരവികുളത്താണ് കാണപ്പെടുന്നത് അല്ലെ. ഇരവികുളത്ത് തന്നെയാണ് വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകൾ ഏത് വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലാണ് കാണപ്പെടുന്നത്? ഇരവികുളം ദേശീയ പാർക്കിലാണ്, ഇരവികുളം വന്യജീവി സങ്കേതത്തിലാണ് കാണപ്പെടുന്നത്. അത് ഡോൾഫിൻ പോയിന്റ് ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ഡോൾഫിൻ പോയിന്റ് എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ് ഡോൾഫിൻ പോയിന്റ്. അടുത്തത് കേരളം അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാ? തമിഴ്നാട് കർണാടകയുമായിട്ടാണ് കേരളം അതിർത്തി പങ്കിടുന്നത്. ഈ തമിഴ്നാടും കർണാടകയുമായിട്ടും അതിർത്തി പങ്കിടുന്ന കേരളത്തിൽ ഒരു ജില്ലയുണ്ട്. ഏത് ജില്ലയാ? വയനാട് ജില്ലയിലാണ്. വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി എന്ന് പറയുന്ന പ്രദേശം 2 സംസ്ഥാനങ്ങളുമായിട്ടും അതിർത്തി പങ്കിടുന്നുണ്ട്. കാസർഗോഡ് നമ്മുടെ കർണാടകയുമായിട്ടും തമിഴ്നാടുമായിട്ടും അതിർത്തി പങ്കിടുന്നുണ്ട്. അടുത്ത കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജില്ല പാലക്കാട് ജില്ലയാണ്. സ്ഥലം ചോദിച്ചാൽ കൊല്ലം ജില്ലയിലെ പുനലൂരാണ്. മാറിപ്പോരുത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജില്ല പാലക്കാടാണ്. സ്ഥലം ചോദിച്ചാൽ അത് പുനലൂരാണ്. പുനലൂർ കൊല്ലം ജില്ലയിലാണ്, മറക്കണ്ട. അപ്പൊ ഇത്രയാണ് നമ്മുടെ പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങൾ. ഞാൻ പറഞ്ഞു ഇത് കാണുമ്പോൾ പലർക്കും സിമ്പിൾ ചോദ്യമായിട്ട് തോന്നും. നമ്മുടെ സ്കൂൾ ടെക്സ്റ്റിനകത്ത് കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് വിശാലമായിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ ജോഗ്രഫി പോലെ വിശാലമായിട്ട് ചാപ്റ്ററുകളൊന്നും ഇല്ല. ആകെ 2 ചാപ്റ്ററുകളാണ് പ്രധാനമായിട്ടും കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് സ്കൂൾ ടെക്സ്റ്റിനകത്ത് ഉള്ളത്. അപ്പൊ അതിൽ നിന്നുള്ള കണ്ടന്റുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത്. സോ അത് നമ്മളപ്പം സ്കൂൾ ടെക്സ്റ്റ് നമ്മൾ ഏകദേശം കവർ ചെയ്തു കേരള ജോഗ്രഫി. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ സ്കൂൾ ടെക്സ്റ്റ് ടാസ്ക് ആണ് ഇത്. അപ്പൊ അതിന് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ തീർച്ചയായിട്ടും ഇത് പഠിക്കുക, എക്സാം എഴുതുക, അറ്റൻഡ് ചെയ്യുക. അവിടെ കുറച്ചും കൂടി ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾ നേരിടുക. അപ്പൊ നിങ്ങൾക്ക് ഒരു എന്താണ് ഇപ്പൊ കുറെ അധികം സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചു വന്നപ്പോൾ നിങ്ങൾക്ക് ഒരു എന്നെ കൊണ്ട് പറ്റും, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, പഠിക്കാൻ പറ്റുന്ന ഒരു തോന്നൽ നിങ്ങൾക്ക് തന്നെ ഉണ്ടായിട്ടുണ്ടാവും. സോ അത് കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്യുക, നന്നായിട്ട് തന്നെ പഠിക്കുക. നമ്മുടെ ചുറ്റുപാടും പല നെഗറ്റീവ്സ് എന്താ പറയുക വൈബുകളും ക്രിയേറ്റ് ചെയ്യപ്പെടും. നമുക്ക് ജോലി സ്ഥലത്തായിരുന്നാലും അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് മറ്റുള്ളവരുടെ ഒരു നിരുത്സാഹം, പഠിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുന്ന അത്തരത്തിലുള്ള നിരുത്സാഹങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒഴിവാക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക, നന്നായിട്ട് തന്നെ പഠിക്കുക. ആദ്യത്തെ റാങ്കുകളിൽ എത്തി തന്നെ ജോലി എത്തിപ്പെടാനായിട്ട് ശ്രമിക്കുക. എനിവേ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.